ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് RTP റിവിഷൻ ടെസ്റ്റ് പേപ്പർ സെപ്റ്റംബർ 2026 ICAയുടെ RTP ഡിസ്കസ് ചെയ്യാനാണ് നമ്മളിങ്ങനെ ഒരു സെഷൻ വെച്ചിട്ടുള്ളത്. സോ മാക്സിമം നന്നായിട്ട് തന്നെ നമുക്ക് ഈ സെഷൻ എന്ത് ചെയ്യാം, കവർ ചെയ്യാം. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതും ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഇതിലുണ്ട്. അതല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമാണ് അല്ലാത്തൊക്കെ ഉള്ളൂ. സോ ഓരോ ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്യും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മാക്സിമം പ്രൊഡക്റ്റീവായിട്ടുള്ള നിങ്ങളുടെ ടൈം എന്താ പറയുക, വെറുതെ കുറേ സമയമായിട്ട് കളയാതെ പെട്ടെന്ന് തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ RTP യൂഷ്വലി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും. അപ്പോൾ സമയമില്ലാത്തവർക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ RTPs കവർ ചെയ്യണമെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു തീർത്താൽ മതിയാവും, ഒരു ഐഡിയ കിട്ടാൻ. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു IRFന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യൂഷ്വലി IRF എപ്പോഴും ഒരു 6 മാർക്കിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അത് പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പത്തിലുള്ള ഒരു മാർക്ക് IRF നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു റിസ്ക്കും ഇല്ലാതെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് IRF എന്നുള്ളത്. ഒരു കാരണവശാലും നിങ്ങൾ IRF സ്കിപ്പ് ചെയ്യരുത്. 6 മാർക്ക് IRF എന്നും ഇതുപോലത്തെ ഒരു 6 മാർക്ക് നിങ്ങൾക്ക് LLP എന്നും കിട്ടും. ഓക്കെ, 6 മാർക്ക് IRF, 6 മാർക്ക് LLP, ഇത് രണ്ടും കൂടെ കൂട്ടി 12 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അത്ര എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണത്. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. സമയമില്ല, അത് ഇതെന്നുള്ള കാരണങ്ങളൊന്നും പറഞ്ഞ് സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഇവിടെ ഇത്തവണ ചോദിച്ചിട്ടുള്ള RTPയിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലോ, അതുപോലെ തന്നെ ലോ മേക്കിംഗ് പ്രൊസീജിയേഴ്സ് ഒന്ന് എലാബറേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. ഇമ്പോസ്ഡ് ബൈ ഹൂം? ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെന്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത് ഇമ്പോസ് ചെയ്യുന്നത്? പറടാ, എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നത്? ഗവൺമെന്റ് ഇത് ഇമ്പോസ് ചെയ്യുന്നത് ഫോർ സെക്യൂറിങ് വെൽഫെയർ ആൻഡ് പ്രൊവൈഡിങ് ജസ്റ്റിസ് ടു സൊസൈറ്റി. വെൽഫെയറും അതുപോലെ തന്നെ ജസ്റ്റിസും സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുക, അല്ലെ? ഒരു ലോ ആൻഡ് ഓർഡർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെ? ഇന്ത്യസ് ലീഗൽ ഫ്രെയിംവർക്ക് റിഫ്ലക്ട്സ് ദ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട് ഓഫ് അവർ വാസ്റ്റ് ആൻഡ് ഡൈവേഴ്സിഫൈഡ് കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കൾച്ചറൽ ആസ്പെക്ട്സിനെല്ലാം റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്, സാമൂഹിക, അല്ലെ, രാഷ്ട്രീയ, സാമ്പത്തിക ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റിനെയും കവർ ചെയ്യുന്ന രീതിയിലുള്ള അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ശരിക്കും നമ്മുടെ ലീഗൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രോസസ്സാണ് മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം പാർലമെന്റിൽ ലോ പ്രപ്പോസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ബില്ല് എന്നാണ്. ഓക്കെ, പാർലമെന്റിൽ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ വിളിക്കുന്നത് ബില്ല് എന്നാണ്. പിന്നീട് ഡിസ്കഷനും ഡിബേറ്റിനും ശേഷം ലോ അവിടെ പാസ്സാവും, ലോക്സഭയിൽ പാസ്സാവും. പിന്നീട് അത് രാജ്യസഭയിൽ നമ്മൾ പാസ്സാക്കി എടുക്കണം. പിന്നീട് നമ്മൾ പ്രസിഡന്റിന്റെ അസെന്റ് മേടിക്കണം. എന്നിട്ട് ഗവൺമെന്റ് ഇത് നോട്ടിഫൈ ചെയ്യണം. ഒഫീഷ്യൽ ഗസറ്റിൽ ഇത് നോട്ടിഫിക്കേഷൻ ഇറക്കി നോട്ടിഫൈ ചെയ്യണം. ഈ ഡേറ്റ് മുതലാണ് ലോ എന്താവുന്നത്, അപ്ലിക്കബിൾ ആവുന്നത്. ലോ വിൽ ബിക്കം അപ്ലിക്കബിൾ ഫ്രം ദ ഡേറ്റ് മെൻഷൻ ഇൻ ദി നോട്ടിഫിക്കേഷൻ ആസ് ദി എഫക്റ്റീവ് ഡേറ്റ്. അതിൽ പറയുന്ന എഫക്റ്റീവ് ഡേറ്റ് മുതലാണ് ഈ ലോ അപ്ലിക്കബിൾ ആവുക. ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഒരു അപ്ലിക്കബിൾ ആവുന്ന ഒരു എഫക്റ്റീവ് ഡേറ്റ് ഉണ്ട്, അത് മുതലാണ് എന്ത് ചെയ്യുക, ഇത് അപ്ലിക്കബിൾ ആവുക. ഇത് നോട്ടിഫൈ ചെയ്ത് എഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് പറയും, പാർലമെന്റിന്റെ ഒരു ആക്ട് ആണെന്ന് പറയും. ഓക്കെ, വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഓൾറെഡി നമ്മൾ കണ്ടു പരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആർ ഓൺസ് ആൻ ഇലക്ട്രിക് സ്റ്റോർ. വി വിസിറ്റഡ് ദ സ്റ്റോർ ടു ബൈ എ വാട്ടർ പ്യൂരിഫയർ ആണ് വാങ്ങിക്കുന്നത് ഫോർ 54,000. കൃത്യമായിട്ട് ആൾ സ്പെസിഫിക്കലി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു കോപ്പർ ഫിൽറ്റർ ഉള്ളത് വേണമെന്ന് പറയുന്നുണ്ട്. ആസ് പി വാണ്ടഡ് ടു ബൈ ദ പ്യൂരിഫയർ ഓൺ ക്രെഡിറ്റ് വിത്ത് ഇന്റൻഷൻ ഓഫ് പേയിങ് ഇൻ 9 ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ്. കെ ഡിമാൻഡ്സ് എ ഗ്യാരണ്ടർ ഫോർ ദി ട്രാൻസാക്ഷൻ. കോപ്പർ ഫിൽറ്റർ ഉള്ള ഒരു എന്താ പറയുക, വാട്ടർ പ്യൂരിഫയർ ആണ് ചോദിക്കുന്നത്. 9 ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് എന്നുള്ള രീതിയിൽ ക്രെഡിറ്റിലാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗ്യാരണ്ടർ വേണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആറ് എന്ത് ചെയ്യുന്നുണ്ട്, പിന്റെ അടുത്ത് ഒരു ഗ്യാരണ്ടർ വേണമെന്ന് പറയുന്നുണ്ട്. പിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള എസ് അവിടെ ഗ്യാരണ്ടർ ആയിട്ട് വരികയാണ്. കെയിം ഫോർവേഡ് ആൻഡ് ഗേവ് ദി ഗ്യാരണ്ടി ഫോർ പേയ്മെന്റ് ഓഫ് വാട്ടർ പ്യൂരിഫയർ. 6 അത് പിക്ക് വിറ്റു. എ വാട്ടർ പ്യൂരിഫയർ സ്പെസിഫിക് ബ്രാൻഡാണ് വിറ്റത്. പി മെയ്ഡ് പേയ്മെന്റ് ഫോർ 4 മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ബിക്കം ഇൻസോൾവെന്റ്. 4 മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്തതിന് ശേഷം പി എന്തായിപ്പോയി, ഇൻസോൾവെന്റ് ആയിപ്പോയി. ഓക്കെ, explain with reference to Indian Contract Act 1872 the liability of S as guarantor. Guarantor എന്നുള്ള രീതിയിൽ എസിന്റെ ലയബിലിറ്റിയെ കുറിച്ചാണ് ചോദ്യം. To pay the balance price of the water purifier to R. What will be the answer if R sold the water purifier misrepresenting it as having a copper filter while it actually has a normal filter? അവിടെ മിസ്റെപ്രസെന്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? അതായത് കോപ്പർ ഫിൽറ്റർ വേണമെന്ന് പറഞ്ഞതിന്റെ സ്ഥാനത്തിൽ അവിടെ നോർമൽ ഫിൽറ്റർ ഉള്ളതാണ് കൊടുത്തത്. മിസ്റെപ്രസെന്റേഷൻ വഴി കൊടുത്തിട്ടുള്ളത് നോർമൽ ഫിൽറ്ററിലാണ്, കോപ്പർ ഫിൽറ്റർ ഉള്ളത് അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം എന്ന് ചോദിക്കുന്നുണ്ട്. പി നോർ എസ് വാസ് അവെയർ ഓഫ് ദിസ് ഫാക്ട്. വിയോ എസ് ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അപ്പോൺ ഡിസ്കവറിംഗ് ദ ട്രൂത്ത്
പി എന്ത് ചെയ്യുന്നില്ല, പേ ചെയ്യുന്നില്ല, പി റിഫ്യൂസ് ടു പേ ദി പ്രൈസ്. ഇൻ റെസ്പോൺസ് ടു പീസ് റെഫ്യൂസൽ ആർ ഫയൽ ദ സ്യൂട്ട് അഗെയിൻസ്റ്റ് എസ്, ഗ്യാരണ്ടർക്ക് അഗെയിൻസ്റ്റ് കേസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ട് സിറ്റുവേഷൻ ആയിട്ടാണ് കേസ് ചോദ്യം വരുന്നത്. ഒന്ന് മിസ്റെപ്രസെൻറ്റേഷൻ വന്നിട്ടുള്ള ഗ്യാരണ്ടിയുടെ കേസാണ്, ഒന്ന് നോർമൽ ഗ്യാരണ്ടി, അതായത് 4 മാസം പേയ്മെന്റ് കൊടുത്തതിന് ശേഷം ഇൻസോൾവെന്റ് ആയി. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ചോദ്യവും ഇതിനുള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോ കേസിൻ്റെയും നമുക്ക് ആൻസർ ചെയ്യാം. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് അറിയാം. എന്തായാലും നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സെക്ഷൻ 126. The contract of guarantee is defined as a contract to perform the promise or discharge the liability. അവർ പറഞ്ഞുള്ള പ്രോമിസ് അല്ലെങ്കിൽ അവരുടെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാന്ന് പറയുന്നത് ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. ഇതിൽ ഹൈലൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ് ആണ് ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട് ആണ് ഗ്യാരണ്ടി വരുന്നത്. ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട് ആണ് ഗ്യാരണ്ടി വരുന്നത്. ഓക്കെ, ഇൻ ദിസ് കേസ് എസ് ഹാസ് ഗിവൻ എ ഗ്യാരണ്ടി ഫോർ പീസ് പേയ്മെന്റ് ഒബ്ലിഗേഷൻ ടുവേർഡ്സ് ആർ. ഇവിടെ എസ് ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ളത് ആരുടെ ഒബ്ലിഗേഷൻ ആണ്? പിയുടെ പേയ്മെന്റ് ഒബ്ലിഗേഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ളത്. When P defaulter after making 4 monthly installments and become insolvent. P 4 monthly installment പേ ചെയ്തതിന് ശേഷം ഇൻസോൾവെന്റ് ആയി. ഇവിടെ എസിന് ഒരു ഗ്യാരണ്ടർ എന്ന രീതിയിലുള്ള ലയബിലിറ്റി എന്ത് ചെയ്യണം? എക്സിസ്റ്റൻസിലേക്ക് വരികയാണ്. കാരണം പി ഇൻസോൾവെന്റ് ആയി, ഇനി എസ് എന്ത് ചെയ്യേണ്ട ഒരു പേയ്മെന്റ് കൊടുക്കേണ്ട ഒരു ഗ്യാരണ്ടറാണ്. ക്ലിയർ? ഗ്യാരണ്ടി ഇന്നാള് പേയ്മെന്റ് കൊടുക്കണ്ടേ? ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കണ്ടേ? യെസ്, കൊടുക്കണം. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 128 ഓഫ് ദി ആക്ട്, ലയബിലിറ്റി ഓഫ് ദി ഷുവർട്ടി ഈസ് കോ എക്സ്റ്റെൻസീവ് വിത്ത് ദാറ്റ് ഓഫ് ദി പ്രിൻസിപ്പൽ ഡെപ്റ്റർ. കോ എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ സെയിം എക്സ്റ്റെൻഡ് എന്നുള്ള മീനിങ് ആണ്. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം എക്സ്റ്റെൻഡ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ടു ദ സെയിം എക്സ്റ്റെൻഡ്. അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർക്കുള്ള 3 പാർട്ടീസ് ആണല്ലോ ഗ്യാരണ്ടിയിൽ ഉണ്ടാവുക, ക്രെഡിറ്റർ, പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ഷുവർട്ടി അല്ലേ. അതിൽ കോ എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ എക്സ്റ്റെൻഡ് എന്നുള്ള മീനിങ് ആണ്, സെയിം എക്സ്റ്റെൻഡ് എന്നുള്ള മീനിങ്. അതേ ലെവലിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർക്കുള്ള സെയിം ലയബിലിറ്റി ആർക്ക് ഉണ്ടാവും? ഷുവർട്ടിക്ക് ഉണ്ടാവും. അൺലെസ് ഇറ്റ് ഈസ് അതർവൈസ് പ്രൊവൈഡഡ് ബൈ ദി കോൺട്രാക്ട്. വേറെ ഒന്നും പ്രത്യേകിച്ച് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ. സിൻസ് പി ഫെയിൽ ടു പേ ദ റിമൈനിങ് ഇൻസ്റ്റാൾമെന്റ്, പി റിമൈനിങ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്തില്ല ഡ്യൂ ടു ഇൻസോൾവൻസി, അപ്പോൾ സ്വാഭാവികമായിട്ട് ബാലൻസ് പ്രൈസ് എന്ത് ചെയ്യേണ്ടി വരും? എസ് പേ ചെയ്യേണ്ടി വരും. ഇവിടെ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 to R എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കാം. ഓൾറെഡി ടു പേ ദ ബാലൻസ് എമൗണ്ട് ഓഫ് 30,000, അതായത് ഓൾറെഡി എത്ര പേ ചെയ്തിട്ടുണ്ട്? 4 മാസത്തെ പേ ചെയ്തിട്ടുണ്ട്. 4 മാസം ഇൻറ്റു 6,000 ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. അതായത് 24,000 പേ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ പേ ചെയ്യാനുണ്ടായിരുന്നു 54 ആണ്. അപ്പോൾ 54 24,000 കുറച്ചാൽ 30,000 റുപ്പീസ് ബാലൻസ് എന്ത് ചെയ്യേണ്ടി വരും? ഗ്യാരണ്ടർ ആയിട്ട് ലെസ് പേ ചെയ്യേണ്ടി വരും. ഇതാണ് ആദ്യത്തെ കേസ്. ഇനി സെക്കൻഡ് സിറ്റുവേഷനിലേക്ക് പോകുന്ന സമയത്ത് ആർ സോൾഡ് ദി വാട്ടർ പ്യൂരിഫയർ മിസ്റെപ്രസെന്റിംഗ് ആണ്. അത് നോർമൽ ഫിൽറ്റർ ആണ്, കോപ്പർ ഫിൽറ്റർ ഉള്ളതായിരുന്നില്ല. ക്ലിയർ? അക്കോർഡിംഗ് ടു സെക്ഷൻ 142 ഓഫ് ദി ആക്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇനി ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് മീൻസ് ഓഫ് മിസ്റെപ്രസെന്റേഷൻ ആണെങ്കിൽ, ക്രെഡിറ്ററുടെ മിസ്റെപ്രസെന്റേഷനിലൂടെ ആണെങ്കിൽ, ഓർ വിത്ത് ഹിസ് നോളജ് ആൻഡ് അസെന്റ് കൺസേണിംഗ് മെറ്റീരിയൽ പാർട്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് ഇൻവാലിഡ് ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗ്യാരണ്ടി ഈസ് ഒബ്റ്റെയിൻ ബൈ മീൻസ് ഓഫ് മിസ്റെപ്രസെന്റേഷൻ. ഇവിടെ മിസ്റെപ്രസെന്റേഷനിലൂടെ ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെർഫോർ ദ ഗ്യാരണ്ടി എന്താണ്? ഇൻവാലിഡ് ആണ്. ക്ലിയർ ആണോ? ഗ്യാരണ്ടിയുടെ ഇൻവാലിഡ് ആയി. മിസ്റെപ്രസെന്റേഷനിലൂടെ ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ചെയ്താൽ ഗ്യാരണ്ടി എന്താവും? ഇൻവാലിഡ് ആവും. ഫർദർ മോർ സെക്ഷൻ 143 പറയുന്നുണ്ട്, എനി ഗ്യാരണ്ടി വിച്ച് ദ ക്രെഡിറ്റർ ഹാസ് ഒബ്റ്റെയിൻ ബൈ മീൻസ് ഓഫ് കീപ്പിംഗ് സൈലൻസ് ആസ് ടു മെറ്റീരിയൽ സർക്കംസ്റ്റാൻസും ഇൻവാലിഡ് ആണെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു സൈലൻസ് കീപ്പ് ചെയ്താൽ പോലും അത് ഇൻവാലിഡ് ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയുള്ള ഗ്യാരണ്ടി ഇൻവാലിഡ് ആണെന്നുള്ള പറയുന്നുണ്ട്. ഇവിടെ ആർ എന്തായാലും മിസ്റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. പിയും എസും അതിന് കുറച്ച് അൺഅവെയർ ആണെങ്കിൽ പോലും ആറോടെ എന്ത് ചെയ്തിട്ടുണ്ട്? മിസ്റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്രെഡിറ്റർ ഒബ്റ്റെയിൻഡ് ബൈ ദ ഗ്യാരണ്ടി ബൈ റിമൈനിങ് സൈലന്റ് ആസ് ടു ദി മെറ്റീരിയൽ സർക്കംസ്റ്റാൻസ്. ക്രെഡിറ്റർ ആ കാര്യം ഇവർ അറിയിച്ചിട്ടില്ലല്ലോ. സോ ദർഫോർ ദ ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ഫ്രം എസ് വിൽ ബി കൺസിഡർഡ് ടു ബി ഇൻവാലിഡ്. ദർഫോർ ദ ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ഫ്രം എസ് വിൽ ബി കൺസിഡർഡ് ടു ബി ഇൻവാലിഡ്. അതായത് മിസ്റെപ്രസെന്റേഷനിലൂടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഗ്യാരണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഗ്യാരണ്ടി നമ്മൾ ഇൻവാലിഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എസ് എന്ത് ചെയ്യേണ്ടതില്ല? ഒന്നും തന്നെ ബാലൻസ് ഒന്നും പേ ചെയ്യേണ്ടതില്ല. ഓക്കെ ഓക്കെ സോ ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 3 ആണ്. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ ഒരു യൂഷ്വൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന അതേപോലെ അല്ല പോവുക, ഒരു ഓവറോൾ ഡിസ്കഷൻ ആണ്. ഇതൊക്കെ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. രാഹുൽ ഡയറക്ട് സർതക് ടു സെൽ ലാപ്ടോപ്സ് ഫോർ ഹിം ആൻഡ് അഗ്രീസ് ടു ഗിവ് സർതക് 11% കമ്മീഷൻ ഓൺ ദ സെയിൽ പ്രൈസ് ഫിക്സഡ് ബൈ രാഹുൽ ഫോർ ഈച്ച് ലാപ്ടോപ്പ്. സർത്തക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ടു സെൽ ലാപ്ടോപ്പ് 11% കമ്മീഷൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിക്സ് സെയിൽ പ്രൈസിന്റെ മേലെ ഫോർ ഈച്ച് ലാപ്ടോപ്പ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇമ്പോർട്ടിന്റെ മേലെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നപ്പോൾ ലാപ്ടോപ്പിന്റെ പ്രൈസ് നിയർ ഫ്യൂച്ചറിൽ കൂടാനുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയ രാഹുൽ സർത്തക്കിന്റെ അതോറിറ്റി എന്ത് ചെയ്തു? റിവോക്ക് ചെയ്തു. ഈ അതോറിറ്റി റിവോക്ക് ചെയ്ത ലെറ്റർ റിസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവൻ 5 ലാപ്ടോപ്പ് വിറ്റു രാഹുൽ പറഞ്ഞ പ്രൈസിന്. സർത്തക്ക് അവിടെ 11% കമ്മീഷൻ ചോദിക്കുകയാണ് ഫോർ 5 ലാപ്ടോപ്സ്. Explain under provisions of Indian Contract Act 1872 whether sale of laptops after revoking Sarthak's authority
ഈസ് ബൈൻഡിങ് ഓൺ രാഹുൽ. ആ ഒരു സെയിൽ ഓഫ് ലാപ്ടോപ്പ് റിവോക്ക് ചെയ്തതിന് ശേഷമുള്ള സെയിൽ ഓഫ് ലാപ്ടോപ്പ് രാഹുലിന്റെ മേലെ ബൈൻഡ് ആവും. വെദർ സർത്തക് വിൽ ബി ഏബിൾ ടു റിക്കവർ ഹിസ് കമ്മീഷൻ ഫ്രം രാഹുൽ ഇഫ് ഇസ് വാട്ട് വിൽ ബി ദി എമൗണ്ട് ഓഫ് സച്ച് കമ്മീഷൻ. ആ കമ്മീഷൻ റിക്കവർ ചെയ്യാൻ പറ്റുമോ, റിക്കവർ ചെയ്യുകയാണെങ്കിൽ കമ്മീഷന്റെ എമൗണ്ട് എത്ര ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ഏജന്റ് അതോറിറ്റി റിവോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കേസ് ഇരിക്കുന്നത്. ഏജന്റ് അതോറിറ്റി നമുക്ക് റിവോക്ക് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം ദ ടെർമിനേഷൻ ഓഫ് ദ അതോറിറ്റി ഓഫ് എൻ ഏജന്റ് ഡസ് നോട്ട്, സെക്ഷൻ 208 ആണ് ഡിസ്കഷൻ വരുന്നത്. Termination of the authority of an agent does not, so far as regards the agent, take effect before it becomes known to him or so far as regards third person before it becomes known to them. അതായത് ഇപ്പോൾ തേർഡ് പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏജന്റ് ആയിക്കോട്ടെ, ഇവർക്ക് അഗെയിൻസ്റ്റ് ഈ റിവോക്കേഷൻ വാലിഡ് ആവണമെങ്കിൽ ഈ ഇൻഫർമേഷൻ ഈ പറയുന്ന തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ ഏജന്റോ അറിയണം. അറിയുന്നത് വരെ റിവോക്കേഷൻ അവർക്ക് അഗെയിൻസ്റ്റ് ഉണ്ടാവില്ല, വാലിഡ് ആവില്ല, എഫക്റ്റീവ് ആവില്ല. ക്ലിയർ? ഇപ്പോൾ ഈ കേസ് നോക്കുകയാണെങ്കിൽ ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് റിവോക്കേഷൻ ഓഫ് സർത്തക് അതോറിറ്റി ബിക്കം എഫക്റ്റീവ് ഓൺലി വെൻ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു ആൻഡ് റിസീവ്ഡ് ബൈ സർത്തക്. സർത്തക്കിലേക്ക് അതോറിറ്റിയുടെ റിവോക്ക് ചെയ്തതിന്റെ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ മാത്രമാണ് ആ റിവോക്കേഷൻ വാലിഡ് ആവുന്നുള്ളൂ. സർത്തക്കിന് ഈ പറയുന്ന ഇൻഫർമേഷൻ കിട്ടുന്നതിന് മുമ്പാണ് അവൻ എന്ത് ചെയ്യുന്നത്, ലാപ്ടോപ്പ് സെയിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിറ്റിട്ടുള്ള ലാപ്ടോപ്പിന്റെ സെയിൽ എന്താണ്, വാലിഡ് ആണ്. ക്ലിയർ ആണോ? രാഹുൽ അതിന്റെ മേലെ ബൈൻഡിങ് ആവുകയും ചെയ്യും. അപ്പോൾ ഇനി കമ്മീഷൻ കൊടുക്കുന്ന വിഷയം സ്വാഭാവികമായിട്ട് കമ്മീഷൻ കൊടുക്കേണ്ടി വരും, കാരണം സെയിൽ വാലിഡ് ആണല്ലോ. Clear? Sarthak is entitled to receive his commission for the sales made while he still had authority to sell. ക്ലിയർ ആണോ? അതോറിറ്റി ഉള്ള സമയത്താണ് വിറ്റത്, അതുകൊണ്ട് കമ്മീഷൻ കൊടുക്കാൻ നിർബന്ധമാണ്. ക്ലിയർ? സ്വാഭാവികമായിട്ട് കമ്മീഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 11% ആണ്. 11% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 lakh പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 11% എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് ഒരു ലാപ്ടോപ്പിന്റെ മേലെ 11,000 വരും. 5 ലാപ്ടോപ്പ് ഉള്ളതാകുമ്പോൾ 5 ലക്ഷം, 5 ലക്ഷത്തിന്റെ 11%, ദാറ്റ് ഈസ് 55,000 എന്ത് ചെയ്യണം, കമ്മീഷൻ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രീതി ഒരു മൈനറാണ്. falsely representing her age entered into an agreement with an authorized laptop dealer. മേജർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഫാൾസ്ലി ഏജ് റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. മിസ്റ്റർ മിറ്റൽ, ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സാധനമാണ്. ഫാൾസ്ലി റെപ്രസെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് എപ്പോഴും ഓർമ്മ വരുന്ന സാധനം എന്താ ഓർമ്മ വരിക? മൈനർ ക്യാൻ ഓൾവേസ് പ്ലീഡ് മൈനോറിറ്റി അല്ലേ? മൈനർ ക്യാൻ ഓൾവേസ് പ്ലീഡ് മൈനോറിറ്റി. ഇത് നമ്മളെ മൈൻഡിലേക്ക് എപ്പോഴും ഓർമ്മ വരേണ്ട ഒരു സാധനമാണ് കേട്ടോ. മൈനർ ക്യാൻ ഓൾവേസ് പ്ലീഡ് മൈനോറിറ്റി. മേജർ ആണെന്ന് പറഞ്ഞ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്താൽ പോലും മൈനർക്ക് എന്ത് ചെയ്യാം? മൈനർ ആണെന്നുള്ളത് കോർട്ടിൽ പ്ലീഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ മിസ്റ്റർ മിറ്റലിന്റെ കയ്യിൽ നിന്ന് ഓണർ ഓഫ് MP ലാപ്ടോപ്സ് ആണ് ഫോർ പർച്ചേസ് ഓഫ് ലാപ്ടോപ്പ് ഓൺ ക്രെഡിറ്റ് എമൗണ്ടിങ് 60,000 ലാപ്ടോപ്പ് മേടിച്ചു ഓൺ 1st August 2022. ഷീ പ്രോമിസ് ടു പേ ബാക്ക് ദി ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് പേ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 16% per annum 31st July 2023 ആകുമ്പോഴത്തിന് 16% per annum ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അത് പേ ബാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീ ടോൾഡ് ഹിം ദാറ്റ് ഇൻ കേസ് ഷീ വോണ്ട് ബി ഏബിൾ ടു പേ ദി ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് her father Mr. Ram will pay back on her behalf. In case അവൾക്ക് പേ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവളുടെ ഫാദർ പേ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാരന്റിനെ ബൈൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് അവിടുത്തെ ചോദ്യം. ഓക്കെ, after 1 year when Preeti was asked to pay the outstanding amount with interest, she refused to pay the amount and told the owner that she is minor and now he can't recover a single penny from her. പ്രീതിന്റെ അടുത്ത് പൈസ ചോദിച്ചു, ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ചോദിച്ചപ്പം അവൾ പേ ചെയ്യാൻ റെഡി ആയില്ല. ഓണർ അടുത്ത് പറഞ്ഞു ഞാൻ മൈനർ ആണ്, അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് 1 രൂപ പോലും റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നവൾ പറഞ്ഞു. ഇനി 1st January 2025 ആവുന്ന സമയത്ത് അവൾ മേജർ ആവുന്നുണ്ട്. ക്ലിയർ? ഓൺലി ആഫ്റ്റർ ദാറ്റ് എഗ്രിമെന്റ് ക്യാൻ ബി റാറ്റിഫൈഡ്. അതിന് ശേഷം മാത്രമാണ് റാറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷെ പറ്റൂല്ല എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സ്പ്ലെയിൻ ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് വേസ് മിസ്റ്റർ വിറ്റൽ വിൽ സക്സീഡ് ഇൻ റിക്കവറിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഏത് രീതിയിലാണ് അയാളുടെ പൈസ റിക്കവർ ചെയ്യാൻ പറ്റുക എന്നാണ് ഫസ്റ്റ് ചോദ്യം. ബൈ ഫയലിംഗ് എ കേസ് അഗെയിൻസ്റ്റ് പ്രീതി എ മൈനർ ഫോർ റിക്കവറി ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ്. പ്രീതിക്ക് അഗെയിൻസ്റ്റ് എന്ത് ചെയ്യുക? ഒരു കേസ് ഫയൽ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഒരു മൈനറാണ്, അപ്പോൾ പൈസ മൈനറാണെങ്കിൽ പോലും പ്രീതി എന്നുള്ള മൈനർക്ക് എങ്ങനെ കേസ് ഒരു മിനിറ്റ് ചോദ്യം പറയുന്നത് ബൈ ഫയലിംഗ് എ കേസ് അഗെയിൻസ്റ്റ് പ്രീതി എ മൈനർ ഫോർ റിക്കവറി. അത് നേരെ സ്ട്രൈറ്റ് കേസ് കൊടുക്കുക, എനിക്ക് പൈസ വിത്ത് ഇൻട്രസ്റ്റ് റിക്കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മൈനർ ആയിട്ടുള്ള പ്രീതിക്കെതിരെ കേസ് കൊടുക്കുക. അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത് അച്ഛനായിട്ടുള്ള ഫാദറിനെതിരെ കേസ് കൊടുക്കുക ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് റിക്കവർ ചെയ്യാൻ. പിന്നെ പ്രീതിക്ക് അഗെയിൻസ്റ്റ് കേസ് കൊടുക്കുന്നുണ്ട് മൈനർ ഫോർ റിക്കവറി ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ആഫ്റ്റർ ഷി അറ്റൈൻസ് മെജോറിറ്റി. മേജർ ആയതിനു ശേഷം റിക്കവറിക്ക് വേണ്ടിയിട്ട് കേസ് കൊടുക്കുക. ഈ മൂന്ന് ഏത് ഓപ്ഷനാണ് നല്ലതെന്നൊക്കെയുള്ള രീതിയിലാണ്, ഏതാണ് ഇതിൽ സക്സീഡ് ചെയ്യാന്നൊക്കെയുള്ള രീതിയിലാണ് ചോദ്യം. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇതിന്റെ പ്രൊവിഷനിലേക്ക് വരുന്ന സമയത്ത് മൈനറുമായിട്ടുള്ള അഗ്രിമെന്റ് ആണ്. മൈനറുമായിട്ടുള്ള അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ വോയിഡ് അബ് ഇനിഷ്യോ ആണ്. സെക്ഷൻ 11 അത് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. മൈനർ കോൺട്രാക്റ്റിലേക്ക് കോമ്പിറ്റന്റ് അല്ല. മൈനർ ഈസ് നോട്ട് കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്.
അതുകൊണ്ട് തന്നെ മൈനറുമായിട്ടുള്ള എഗ്രിമെന്റും അതുപോലെ മൈനർ കൊണ്ടുവരുന്ന എഗ്രിമെന്റുകളൊക്കെ എന്താണ് തുടക്കം മുതലേ വോയിഡ് ആണ്, വോയിഡ് ഫ്രം ദി വെരി ബിഗിനിങ്. ബൈ ഫോളോയിങ് ദി അബോവ് പ്രൊവിഷൻസ് മിസ്റ്റർ മിറ്റൽ will not succeed in recovering the outstanding amount by filing a case against Pradeep A. Minor. അപ്പോൾ ഈ പ്രൊവിഷൻസ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും മൈനർ ആയിട്ടുള്ള ഒരാൾക്ക് അഗേൻസ്റ്റ് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ചോദിച്ച് കേസ് കൊടുത്തിട്ട് കാര്യമില്ല, ആ കേസ് നിൽക്കൂല. ക്ലിയർ, അത് സക്സീഡ് ചെയ്യില്ല. വിൽ നോട്ട് സക്സീഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീവേഡാണ്, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കീവേഡാണ് വിൽ നോട്ട് സക്സീഡ്. ഓക്കെ, ലാംഗ്വേജ് ഇഷ്യൂ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് പറയുന്നത് കേട്ടോ. ഇനി പാരന്റിന് അല്ലെങ്കിൽ ഗാർഡിയനെ ബൈൻഡ് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ബൈൻഡ് ആക്കാൻ പറ്റില്ല. ഇൻ ദ ആബ്സെൻസ് ഓഫ് അതോറിറ്റി എക്സ്പ്രസോ ഇംപ്ലൈഡ് അതോറിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ മൈനറിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പാരന്റ് അല്ലെങ്കിൽ ഗാർഡിയനെ ലേബിൾ ആക്കാൻ പറ്റില്ല. ഈവൻ ഫോർ നെസസറീസ്. ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ക്ലാസ്സിൽ മൂവി സീക്വൻസ് ഒക്കെ കാണിക്കാറുണ്ടായിരുന്നു, ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ മറ്റേ ജോമോന്റെ സുവിശേഷമൊക്കെ കാണിക്കാറുണ്ട്. ദ പാരന്റ്സ് വിൽ ബി ഹെൽഡ് ലേബിൾ ഓൺലി. എപ്പോഴാണ് പാരന്റ് ലേബിൾ ആവുള്ളൂ? പേരന്റ് ഏജന്റായിട്ട് ആക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതോറിറ്റിയോട് കൂടി ആക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പാരന്റിനെതിരെ കൊടുക്കുന്ന കേസിന്റെ കാര്യത്തിലും പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. വിൽ നോട്ട് സക്സീഡ്. ക്ലിയർ. പിന്നെ മേജർ ആയതിനു ശേഷം റാറ്റിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. മൈനറിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റാറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. മേജർ ആയതിനു ശേഷം റാറ്റിഫൈ ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. ക്ലിയർ. കാരണം അതൊരു വോയിഡ് അബിനീഷ്യമാണ്, തുടക്കത്തിലെ വോയിഡാണ്, അതിനൊരിക്കലും നമുക്ക് റാറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ. അപ്പോൾ ഇവിടെയും വിൽ നോട്ട് സക്സീഡ്. ഓക്കെ, സോ ദാറ്റ്സ് ക്വസ്റ്റ്യൻ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5. മിസ്റ്റർ എൽ ലെറ്റ് ഔട്ട് ഈസ് റെസിഡൻഷ്യൽ ഹൗസ് ടു മിസ്റ്റർ എം. എൽ വീട് ആർക്ക് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്? മിസ്റ്റർ എമ്മിന് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 50,000 പെർ മന്തിനാണ് ലെറ്റ് ഔട്ട് ചെയ്തത്, ഒരു വർഷത്തേക്കാണ് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. റെന്റൽ എഗ്രിമെന്റ് പ്രകാരം ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യേണ്ടത് മിസ്റ്റർ എൽ ആണ്. ബട്ട് മിസ്റ്റർ എൽ കുഡ് നോട്ട് പേ ഇലക്ട്രിസിറ്റി ഡ്യൂസ് അപ് ടു 5 months. 5 മാസം പേ ചെയ്യാൻ പറ്റിയില്ല. Due to financial hardships, the electricity board sent the notice of disconnection. Disconnection notice അയച്ചു. If it is not paid within a week's time, disconnection ഉണ്ടാവുമെന്ന് പറഞ്ഞു. To avoid all this, ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മിസ്റ്റർ എം എന്ത് ചെയ്തു? 50,000 രൂപയുടെ ഇലക്ട്രിസിറ്റി ബില്ല് വിത്ത് പെനാൽറ്റി പേ ചെയ്തു. ലേറ്റർ ഓൺ എൽ ഈ പൈസ റീംബേഴ്സ് ചെയ്യില്ല എന്ന് പറയാം. ക്ലിയർ. കാരണം അയാളുടെ വോളണ്ടറിലി ചെയ്താണ്, ഞാൻ പറഞ്ഞിട്ട് ചെയ്തോന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ തരില്ല എന്ന് പറയണം. ഇവിടെ നമ്മൾ കോൺട്രാക്ട് ആക്ടിന്റെ പ്രൊവിഷൻസുമായി റെഫർ ചെയ്തിട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. പൈസ തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ, എമ്മിനെ പൈസ തിരിച്ചു കിട്ടുമോ, എല്ലാ പൈസ തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എന്തുമായി ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റൻ എന്നുള്ളത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലേ മനസ്സിലായിട്ടുണ്ടാവും. അതായത് സെക്ഷൻ 69 ആണ്, കോസി കോൺട്രാക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സാധനമാണത്. ഈ കറണ്ട് ബില്ല് അടയ്ക്കുന്ന കേസൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, Section 69, payment by an interested person. A person who is interested in the payment of a money which another is bound by law to pay. വേറെ ഒരാൾ ലോ പ്രകാരം പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട്, പേയ്മെന്റ് ഓഫ് മണി വിച്ച് അനദർ ഈസ് ബൗണ്ട് ബൈ ലോ ടു പേ. എന്നിട്ട് അയാൾ പേ ചെയ്തു. ഇറ്റ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബി റീഇംബേഴ്സ്ഡ് ബൈ ദി അതർ. അതായത് ശ്രദ്ധിക്കാം, ഇവിടെ പൈസ കൊടുക്കേണ്ടത് വേറൊരാളാണ്, പേയ്മെന്റ് ഓഫ് മണി ബൈ എ പേഴ്സൺ. പക്ഷെ നമ്മളതിൽ എന്താണ്, ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ പൈസ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരിൽ നിന്നോ പൈസ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് സെക്ഷൻ 69 പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലടാ. ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് മിസ്റ്റർ എം പെയ്ഡ്. എമ്മയുടെ ഒരു ഇൻട്രസ്റ്റഡ് പേഴ്സൺ ആണ്, ലോഫുള്ളി എല്ല് പേ ചെയ്യേണ്ട പൈസയാണ് അയാൾ കൊടുത്തത്. അതുകൊണ്ട് തന്നെ പൈസ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എമ്മിന് എന്തായിട്ടുണ്ട്, എം ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബി റീഇംബേഴ്സ്ഡ് 50,000 ഫ്രം എൽ. ഓക്കെ, സെക്കൻഡ് പോയിന്റിലേക്ക് വരുന്ന സമയത്ത് മിസ്റ്റർ എ ഓഫേർഡ് ടു സെൽ 25 ചെയർസ് ടു മിസ്റ്റർ ബി. മിസ്റ്റർ എ ഓഫേർഡ് ടു സെൽ 25 chairs to Mr. B at 1,500 per chair on 12th February 2024. A promised B that he would keep the offer open till 15th February. However, on 13th February, he sold those chairs to Mr. C at 1,700 per chair without knowledge of B. Mr. B communicated the acceptance of the above offer on 14th February 2024. സംഭവം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓഫർ നിലനിൽക്കെ ഈ ഓഫർ വേറെ ആൾ അക്സെപ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് വിറ്റു. നമുക്കൊരു ഗുഡ്സ് വെക്കാൻ വെച്ചിട്ടുണ്ട്, വേറെ ആൾ വന്ന് വെച്ചിട്ട് വാങ്ങിച്ചിട്ട് പോയി. ക്ലിയർ. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ ഗുഡ്സ് ഉണ്ടോ? ഇല്ല. അവിടെ ഓഫർ എന്തായി പോയിട്ടുണ്ട്, റിവോക്ക് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു ക്വസ്റ്റൻ ആൻസർ വരുന്നത്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ വരുന്നത് മിസ്റ്റർ എ വാസ് റണ്ണിങ് ആൻ ഓഫനേജ് ഫ്രണ്ട് മിസ്റ്റർ എസ് എ ഫിലാന്ത്രപ്പി അഗ്രീഡ് ടു ഡൊണേറ്റ് 2 lakh. ഇതൊക്കെ സെയിം ക്വസ്റ്റൻ ആണ്, നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റൻ ആണ്. 2 lakh അഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. 1.5 lakh അതിന്റെ ബേസിൽ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഓൾറെഡി ഒരു ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയിട്ടായിരുന്നു 1.5 lakh ഓൾറെഡി ചിലവാകുകയും ചെയ്തു. പിന്നീട് മിസ്റ്റർ എസ് പേ ചെയ്യില്ല എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.5 lakhs ക്ലെയിം ചെയ്യാം. ഓൾറെഡി ചിലവായ 1.5 lakh ക്ലെയിം ചെയ്ത് ഓൾറെഡി നമ്മൾ വർക്ക് ബുക്കിനെ ബേസ് ചെയ്ത് ഓൾറെഡി ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്.
ഇത് ഏത് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റിനാ? പറ. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ടിന്റെ എക്സെപ്ഷനിൽ വരുന്ന എക്സെപ്ഷനിൽ വരുന്ന ചാരിറ്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റൻ ആണ്. സാധാരണ ഇതിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്ട് ഇല്ല എന്നാ പറയാം. പക്ഷേ ചാരിറ്റി ഒരു എക്സെപ്ഷൻ ആണ്. ഇവിടെ ചാരിറ്റി നമ്മൾ അഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഓൾറെഡി അതിന്റെ ബേസിൽ ഒരു 1.5 lakhs സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ട് പറയണ്ടേ, ഇഫ് പ്രോമിസ് അണ്ടർടേക്സ് ദ ലാബിലിറ്റി ഓൺ ദ പ്രോമിസ് ഓഫ് ദ പേഴ്സൺ ടു കോൺട്രിബ്യൂട്ട് ടു ചാരിറ്റി ദ കോൺട്രാക്ട് ഷാൽ ബി വാലിഡ്. ഒരു ഓൾറെഡി ലാബിലിറ്റി ഇൻകർ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ പ്രോമിസ് കേട്ടിട്ട് 1.5 lakhs എക്സ്പെൻസ് അവർ ഇൻകർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1.5 lakhs നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. ക്ലെയിം ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6 ഒന്ന് ജസ്റ്റ് വായിക്കാം. ഓക്കെ, മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 6. സോ എന്ന് പറയുന്ന ഒരു വെൽത്തി ഇൻഡിവിജ്വൽ ആണ്, പൈസക്കാരനാണ്. പ്രൊവൈഡ് ലോൺ ഓഫ് 80,000 ടു മിസ്റ്റർ മുകേഷ്. 26 February 2025 കൊടുത്തത്. ബോറോവർ മിസ്റ്റർ മുകേഷ് ആസ്ക്ഡ് ഫോർ എ ഫർദർ ലോൺ. മുകേഷ് വീണ്ടും ഒരു ഫർദർ ലോൺ ചോദിച്ചു, 1,50,000. സോഹൻ എഗ്രീഡ് ബട്ട് പ്രൊവൈഡഡ് ലോൺ ഇൻ പാർട്സ് ഓൺ ഡിഫറെന്റ് ഡേറ്റ്സ്. പാർട്ടായിട്ട് ഡിഫറെന്റ് ഡേറ്റ്സിൽ കൊടുത്തു. ഹി പ്രൊവൈഡ് 1 lakh on 28th February, remaining 50,000 on 3rd March. On 10th March 2025, Mr. Mukesh, while paying off part 75,000 to Mr. Sohan, insisted that the lender should adjust 50,000 towards the loan taken on 3rd March 2025 and balance as against the loan on 26th February 2025. അതായത് ഈ 3rd മാർച്ചിന്റെ 50,000-ക്കും ഈ 80,000-ക്കും 26th ഫെബ്രുവരിയിലേക്ക് അലോക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ള 75,000. ഓക്കെ, മിസ്റ്റർ സോഹൻ അത് ഒബ്ജക്ട് ചെയ്തു അറേഞ്ച്മെന്റ് ആൻഡ് ആസ്ക് ദ ബോറോവർ ടു അഡ്ജസ്റ്റ് ഇൻ ദ ഓർഡർ ഓഫ് ഡേറ്റ് ഓഫ് ബോറോവൽ ഓഫ് ഫണ്ട്സ്. ആ ബോറോവലിന്റെ ഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം എന്നാണ് അയാൾ പറയുന്നത്. ഇനി നമ്മളോട് ഡിസൈഡ് ചെയ്യാൻ പറയുന്നത്, നൗ യു ഡിസൈഡ് വെദർ ദി കണ്ടൻഷൻ ഓഫ് മിസ്റ്റർ മുകേഷ് കറക്റ്റ് ഓർ അതർവൈസ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. What would be the answer in case the borrower does not insist on such order of adjustment of repayment? What would be the mode of adjustment or appropriation of such part payment in case neither Mr. Sohan nor Mr. Mukesh insist on any order of adjustment on their part? ഫസ്റ്റ് ചോദ്യം എന്താ? ഈ മുകേഷിന്റെ കണ്ടീഷൻ കറക്റ്റ് ആണോ? രണ്ടാമത്തെ, വാട്ട് വുഡ് ബോറോവർ അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അതിന്റെ സിറ്റുവേഷൻ? അതുപോലെ മോഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് അപ്രോപ്രിയേഷൻ, പാർട്ട് പേയ്മെന്റ് ഇൻ കേസ് നൈദർ മിസ്റ്റർ സോഹനും അതുപോലെ മിസ്റ്റർ മുകേഷും രണ്ടുപേരും ഇൻസിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? ആദ്യം സെക്കൻഡ് പറഞ്ഞത് ബോറോവർ ഇൻസിസ്റ്റ് ചെയ്താണ്, രണ്ടുപേരും ഇൻസിസ്റ്റ് ചെയ്ത സാഹചര്യത്തിലാണ്. സംഭവം വളരെ സിമ്പിൾ ആണ്. സെക്ഷൻ 59, 60, 61 മൂന്നും വരുന്നുണ്ട്, മൂന്നിലായിട്ട്. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. 59 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റർ ഓവിങ് സെവറൽ ഡിസ്റ്റിങ് ഡെപ്റ്റ്സ് ടു വൺ പേഴ്സൺ മേക്സ് എ പേയ്മെന്റ് ടു ഹിം ഐദർ വിത്ത് എക്സ്പ്രസ് ഇന്റിമേഷൻ അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് ഇംപ്ലൈ ആണെങ്കിൽ സെയിം എമൗണ്ട് എന്നൊക്കെയാണ് സർക്കംസ്റ്റാൻസ് ഇംപ്ലൈ എന്നോട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് 9,182 ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 9,182 തിരിച്ചു വരുമ്പോൾ നമുക്ക് നേരെ അതിലേക്കാണല്ലോ അപ്രോപ്രിയേറ്റ് ചെയ്യുക. അതാണ് സർക്കംസ്റ്റാൻസ് ഇംപ്ലൈ. അപ്പോൾ ഇവിടെ മുകേഷിന്റെ കണ്ടൻഷൻ കറക്റ്റ് ആണ്. കാരണം മുകേഷ് പൈസ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അയാൾക്ക് പറയാം, അതിന് തെറ്റൊന്നുമില്ല. ഓക്കെ, രണ്ട് ഇവ ബോറോവർ ലൈക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലുള്ള കേസാണ്. ഡെപ്റ്റർ ആസ് ഒമിറ്റഡ് ടു ഇന്റിമേറ്റ്, ഡെപ്റ്റർ അത് ഇന്റിമേറ്റ് ചെയ്യാൻ വിട്ടുപോയി. ക്ലിയർ, വേറെ സർക്കംസ്റ്റാൻസസും ഇല്ലാത്ത സാഹചര്യത്തിൽ ക്രെഡിറ്റർക്ക് അവരുടെ ഡിസ്ക്രിപ്ഷനിൽ അത് അപ്ലൈ ചെയ്യാം ടു എനി ലോഫുൾ ഡെപ്റ്റ്. ക്രെഡിറ്റർക്ക് അവരുടെ ഇഷ്ടത്തിന് അത് ഏത് ലോഫുൾ ഡെപ്റ്റിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഡിസ്ക്രിപ്ഷൻ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ടൈം പാർഡാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല. അപ്പം ഇവിടെ മുകേഷ് ഇൻ കേസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സോഹൻ എന്ത് ചെയ്യാം, അത് ക്രെഡിറ്റർ ആയിട്ടുള്ള സോഹൻ വേണമെങ്കിൽ അയാളുടെ ഇഷ്ടത്തിന് അത് അപ്രോപ്രിയേറ്റ് ചെയ്യാം. 61 പറയുന്നത് എന്താ വെച്ചാൽ രണ്ടുപേരും അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻ ഓർഡർ ഓഫ് ടൈം ആണ് വരിക, അപ്ലൈഡ് ഇൻ ഓർഡർ ഓഫ് ടൈം. അതിലും ഈ പറഞ്ഞ പോലെ അത് ടൈം പാർഡാണ് അല്ലയോ എന്നുള്ളതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഒരേ ഡേറ്റിൽ ഒരേ എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പ്രൊപ്പോർഷനേറ്റ്ലി ആണ് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ആ പ്രൊവിഷൻ അറിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. In the light of provisions of the Indian Contract Act 1872, answer the following. Mr. S and Mr. R made contract wherein Mr. S agreed to deliver paper cup manufacture. ഡെലിവറി എന്ന് പറയുന്നത് പേപ്പർ കപ്പ് മാനുഫാക്ചർ മെഷീൻ ആണ്. ടു മിസ്റ്റർ ആർ, എസ് ആണ് കൊടുക്കാന്ന് പറഞ്ഞത്. ഓക്കെ, എസ് ആർ തമ്മിലാണ് അഗ്രിമെന്റ്. ടു റിസീവ് പേയ്മെന്റ് ഓൺ ഡെലിവറി. ഓൺ ഡെലിവറി ഡേറ്റ് ആർ പേയ്മെന്റ് എന്ത് ചെയ്യുന്നില്ല, പേ ചെയ്യുന്നില്ല. ഡിഡ് നോട്ട് പേ ദ അഗ്രീഡ് പ്രൈസ്. അപ്പം എസ് അയാളുടെ പ്രോമിസ് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സെക്ഷൻ 51 വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് റെസിപ്രോക്കൽ സൈമൾട്ടേനിയസ്ലി പെർഫോം ചെയ്യേണ്ട കേസാണ്. നോർ പ്രോമിസർ നീഡ് ടു ബി പെർഫോംഡ്. അതായത് ശ്രദ്ധിക്കുക,
സൈമിൾട്ടേനിയസ് പെർഫോമൻസ് കേസിൽ നോ പ്രോമിസർ നീഡ്സ് ടു പെർഫോം ഇസ് പ്രോമിസ് അൺലെസ് ദ റെസിപ്രോക്കൽ പ്രോമിസി അല്ലെങ്കിൽ പ്രോമിസ് ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ടു പെർഫോം. അവർ പെർഫോം ചെയ്യാൻ റെഡി അല്ലെങ്കിൽ അതായത് ഒരാൾ പൈസ റെഡി അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ടതില്ല. സൈമിൾട്ടേനിയസ് പെർഫോമൻസിന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് സാധനം വേണമെന്ന് പറയുന്നത് അയാൾ പൈസ പേ ചെയ്യാൻ റെഡി അല്ലെങ്കിൽ നമ്മൾ സാധനം കൊടുക്കേണ്ടതില്ല. ക്ലിയർ ആണോ? സച്ച് പ്രോമിസ് കോൺസ്റ്റിറ്റ്യൂട്ട് കോൺകറന്റ് കണ്ടീഷൻസ് ആൻഡ് ദ പെർഫോമൻസ് ഓഫ് വൺ ഓഫ് ദ പ്രോമിസ് ഈസ് കണ്ടീഷണൽ ഓൺ ദ പെർഫോമൻസ് ഓഫ് ദി അതർ. ഒരാൾ ചെയ്യുമ്പോൾ മറ്റുള്ള ചെയ്യൽ നിർബന്ധമാണ്, ഞാൻ സാധനം കൊടുത്ത പൈസ തരണം. ഇഫ് വൺ ഓഫ് ദി പാർട്ടീസ് ഈസ് നോട്ട് പെർഫോം, ഒരാൾ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അതർ എന്ത് ചെയ്യേണ്ടതില്ല, പെർഫോം ചെയ്യേണ്ടതില്ല. അപ്പോൾ എബോ പ്രൊവിഷൻ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യേണ്ടതില്ല, ഗുഡ്സ് ഡെലിവർ ചെയ്യേണ്ടതില്ല, കാരണം മറ്റുള്ള പേയ്മെന്റ് തന്നിട്ടില്ലല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വൈ ലോൺ കൊടുത്തിട്ടുണ്ട് ജിക്ക് 30 lakh, ഡ്യൂ ഡേറ്റിൽ അത് ഡിഫോൾട്ട് വരുത്തി, ആ ഡെപ്റ്റ് ടൈം ബാർഡും ആയിട്ടുണ്ട്. ടൈം ബാർ ഡെപ്റ്റ് മിസ്റ്റർ ജി, ആ ഡെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ജി എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു മിസ്റ്റർ വൈനോട്. അത് എൻഫോഴ്സിബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. പ്രോമിസ് ടു പേ ടൈം ബാർ ഡെപ്റ്റ് ആണ് കേസ് 25 സബ്സെക്ഷൻ 3. അത് പ്രോമിസ് ഇൻ റൈറ്റിംഗ് ആണ്, സൈൻഡ് ബൈ ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്, നോ പ്രോബ്ലം. Promise in writing signed by the person making it or by his authorized agent is made to pay debt barred by limitation. It is valid without consideration. ടൈം ബാർ ഡെപ്റ്റ് ആണെങ്കിൽ പോലും നോ കൺസിഡറേഷൻ, നോ കോൺട്രാക്ടിന്റെ എക്സെപ്ഷനിൽ പറയുന്ന സാധനമാണ് പ്രോമിസ് ടു പേ ടൈം ബാർ ഡെപ്റ്റ്. അപ്പോൾ നമ്മൾ റൈറ്റിംഗിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ടൈം ബാർ ഡെപ്റ്റ് പേ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റർ ചെയ്യുന്ന കോൺട്രാക്ട് വാലിഡ് ആണ്. ഈ കേസിലേക്ക് വരുന്ന സമയത്ത് വൈ ജിക്ക് ലോൺ ഗെയിൻ ബൈ വൈ ടു ജി ടൈം ബാർഡ് ആയിട്ടുണ്ടായിരുന്നു, പിന്നീടാണ് ജി എന്ത് ചെയ്യുന്നത്, പേയ്മെന്റ് ഫുൾ ആയിട്ട് പേ ചെയ്യാന്ന് പറയുന്നത്. ഇത് വാലിഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാലിഡ് ആണ്. ക്ലിയർ. പക്ഷെ അതിൽ ശരിക്കും കണ്ടീഷൻ എന്താ വെച്ചാൽ റിട്ടേണോ ആയിരിക്കണം സൈൻഡോ ആയിരിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. റിട്ടേൺ ആൻഡ് സൈൻഡ് ആയിരിക്കണം. ഓക്കെ, റിട്ടേൺ ആൻഡ് സൈൻഡ് ആണെങ്കിൽ പ്രോമിസ് ടു പേ ടൈം ബാർ ഡെപ്റ്റ് എന്താണ്, ഒരു വാലിഡ് കോൺട്രാക്ട് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യന് ഒരു ഡയറക്റ്റ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സം ഒബ്ജക്ട്സ് ആൻഡ് കൺസിഡറേഷൻ എന്താണ്, അൺലോഫുൾ ആണ്, അതിൽ ഏതെങ്കിലും 6 ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സംഭവം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ലോ ഫോർബിഡ് ചെയ്താൽ പറ്റൂല, ഇൻഡയറക്ട്ലി ഫോർബിഡ് ചെയ്യുന്ന കേസ് പറ്റൂല, ഫ്രോഡുലന്റ് ആണെങ്കിൽ പറ്റൂല, ഇഞ്ചുറി പ്രോപ്പർട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഉണ്ടാക്കുകയാണെങ്കിൽ പറ്റൂല, കൺസിഡറേഷൻ ഇമ്മോറൽ ആണെങ്കിൽ പറ്റില്ല, ഒപ്പോസ്റ്റ് പബ്ലിക് പോളിസി ചെയ്യാൻ പറ്റില്ല. ഇതിന് ഒപ്പോസ്റ്റ് പബ്ലിക് പോളിസിയുടെ ഡിഫറെന്റ് കേസസും ചോദിക്കാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം, ചിലപ്പോൾ ഓപ്ഷനിൽ അങ്ങനെയും ചോദിക്കാം, ഏതെങ്കിലും ഒരെണ്ണം എഴുതാൻ പറ്റുന്ന രീതിയിലും എക്സാം ക്വസ്റ്റ്യൻ ഞാൻ വന്നേക്കാം. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ടോപ്പിക് ബേസ്ഡ് സാധനങ്ങളാണ്. ഈ വേണമെങ്കിൽ നമ്മുടെ കോൺട്രാക്ട് ആക്ടിന്റെയും അതുപോലെ തന്നെ സെയിൽ ഓഫ് ഗുഡ്സും മറ്റുള്ള ചാപ്റ്റേഴ്സിന്റെ ഒക്കെ മാരത്തൺ സെഷൻസ് ഓൾറെഡി നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ഈ ഏരിയസ് ഒക്കെ വേണമെങ്കിൽ അവിടെ വാച്ച് ചെയ്താൽ മതി. ഓക്കെ, അടുത്തതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിൽ ബൈ സാമ്പിളിന്റെ കേസാണ്, അതുപോലെ തന്നെ ഇംപ്ലൈഡ് വാറണ്ടിയുടെ 4 കേസ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. ഡയറക്റ്റ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അടുത്തതും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡെലിവറി, അതിന്റെ പല ഫോംസും അതിന്റെ ഡെറിവേറ്റീവ്സും. ആക്ച്വൽ ഡെലിവറി ഉണ്ട്, കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഉണ്ട്, സിംബോളിക് ഡെലിവറി ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന്റെ ഒക്കെ ഡിസ്കഷൻ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ റെഫർ ടു ദാറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. J, a wholesaler of premium basmati rice delivered on approval 100 bags of rice of 10 kg each to a local retailer on sale or returnable basis within a month of delivery. പ്രീമിയം ബസ്മതി റൈസിന്റെ ഹോൾസെയിൽ ഡീലറാണ്. ഓക്കെ, സെയിൽ ഓൺ അപ്രൂവൽ ബേസിൽ 100 bags ഓഫ് റൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് 10 kg ഈച്ച് ആയിട്ടുള്ള. സെയിൽ ഓർ റിട്ടേൺ ബേസിലാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡേ റീറ്റെയിലർ എന്ത് ചെയ്തു, 5 bag വിറ്റു. വീക്ക് ലേറ്റർ ആ വാങ്ങിച്ച ആള് കെ ആണ് വാങ്ങിച്ചത്. കെ പറഞ്ഞു അതിന്റെ റൈസിന്റെ ക്വാളിറ്റി പോരാന്ന് പറഞ്ഞു. റീറ്റെയിലർ വാണ്ട് ടു റിട്ടേൺ ഓൾ ദ റൈസ് ബാഗ്സ്, എല്ലാം 4 bag അടക്കം ഫുള്ള് തിരിച്ചു കൊടുക്കാനുള്ള പ്ലാനിലാണുള്ളത്. യൂസ് ചെയ്യാത്ത 4 bag ഉണ്ടല്ലോ, അതും ബാക്കി ഓൾറെഡി കയ്യിലിരിക്കുന്ന 95 bags തിരിച്ചു കൊടുക്കാനുള്ള പ്ലാനിലാണ്. റീറ്റെയിലർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. സെയിൽ ഓർ റിട്ടേൺ ബേസിന്റെ കേസിൽ ഓണർഷിപ്പ് എപ്പോൾ പാസ്സാവും എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. യു ഐദർ അക്സെപ്റ്റ് ദം ഓർ ഡസ് ആൻ ആക്ട് വിച്ച് ഇംപ്ലൈസ് അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ. When the person to whom the goods are given retains the goods without giving his approval or giving notice of rejection beyond the time fixed, പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഒന്നും പറയാതെ വെച്ചാലും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവും. ക്ലിയർ. അപ്പോൾ ഈ കേസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ 100 bags നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 5 bag വേറൊരാൾക്ക് വിറ്റിട്ടുണ്ടല്ലോ അവിടെ. അപ്പോൾ ആ ഒരു ഇതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓണർഷിപ്പ് ശരിക്കും ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. J has delivered on approval 100 bags of rice of 10 kg to local retailer on sale or return basis in a month of delivery. കേസിലെ സിറ്റുവേഷൻ പറയാണ്. ഔട്ട് ഓഫ് ദീസ് 100 bags ലോക്കൽ റിറ്റെയിലർ എന്ത് ചെയ്തിട്ടുണ്ട്, സോൾഡ് 5 bags to കെ കസ്റ്റമർ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇംപ്ലൈസ് ലോക്കൽ റീറ്റെയിലർ എന്ത് ചെയ്തിട്ടുണ്ട്, 5 bag അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. വേറെ ആൾക്ക് വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 5 bag അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ വീക്ക് ലേറ്റർ പിന്നീട് ആ ഒരു ഡിഫക്റ്റ് വന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 95 bag തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം 5 bag ഓൾറെഡി അക്സെപ്റ്റ് ചെയ്താണ്. അപ്പോൾ ആ സാധനം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ക്ലിയർ. അതിലുള്ള ബാക്കിയുള്ള 4 bag നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു കൊടുക്കാൻ
പറ്റൂല. കാരണം അത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഗ്രി ചെയ്തിട്ടുണ്ട്. ക്ലിയർ. ട്രാൻസാക്ഷൻ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് വേറൊരു സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓക്കെ, 12th question. Ritvik sold 500 bags of wheat to Anuj. Each bag contains 50 kilograms of wheat. 500 ബാഗ് വീറ്റ് കൊടുത്തിട്ടുണ്ട്. 50 കിലോഗ്രാമിൻ്റെ ബാഗാണ്. 450 ബാഗ് ബൈ റോഡ് ട്രാൻസ്പോർട്ടും ഹിംസെൽഫ് അയാൾ തന്നെ ഒരു 50 ബാഗ് കൊണ്ടുപോവുകയാണ് ചെയ്തത്. 450 ബാഗ് റോഡ് ട്രാൻസ്പോർട്ട് കൊടുത്ത് അയച്ചിട്ടുള്ളത്. ഓക്കെ, അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ആളെന്തായി പോയി, ബാങ്ക്രപ്റ്റ് ആയി പോയി. ഇയാൾ അൺപെയ്ഡ് ആണ്. അപ്പം ട്രാൻസിറ്റ് എന്ത് ചെയ്തു, ബാഗ് സ്റ്റോപ്പ് ചെയ്തു. റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എക്സസൈസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഒഫീഷ്യൽ റിസീവർ എന്ത് ചെയ്യാണ്, ഇൻസോൾവെന്റ് ആയിട്ടുള്ള പേഴ്സണിന്റെ ഒഫീഷ്യൽ റിസീവർ, അതായത് അനോജിന്റെ ഒഫീഷ്യൽ റിസീവർ ബാഗ് ക്ലെയിം ചെയ്യാണ്. എന്താണ് സിറ്റുവേഷൻ എന്നുള്ളതാണ്. വെരി സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അതൊന്നും സെക്ഷൻ വൈസും അല്ലെങ്കിൽ ഞാൻ അതിന്റെ പ്രൊവിഷൻ വൈസും ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നില്ല. സ്വാഭാവികമായിട്ട് 50 ബാഗിന്റെ ഡെലിവറി ഓൾറെഡി നടന്നതാണ്. ബാക്കി 450 ട്രാൻസിറ്റിന് മേലെ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എക്സസൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ക്ലെയിം ചെയ്യാൻ ആർക്ക് പറ്റില്ല, ഒഫീഷ്യൽ റിസീവർക്ക് പറ്റില്ല. ക്ലിയർ. വെരി സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അടുത്ത്, മിസ്റ്റർ മുകേഷ് വാസ് റണ്ണിങ് എ ഷോപ്പ് സെല്ലിംഗ് ഗുഡ് ക്വാളിറ്റി വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ വിൽക്കുന്ന ആളാണ് മിസ്റ്റർ മുകേഷ്. മിസ്റ്റർ വിവാൻ ഷോപ്പിലേക്ക് വന്നു. വാഷിംഗ് മെഷീൻ ചോദിച്ചത് വാഷിംഗ് വൂളൻ ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ പറ്റുന്ന വാഷിംഗ് മെഷീന് ഒക്കെ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള സാധനമാണ് ചോദിച്ചത്. ഡിസ്ക്രിപ്ഷൻ ആ സാധനമാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മിസ്റ്റർ മുകേഷ് ഷോഡ് ഹിം എ പർട്ടിക്കുലർ മെഷീൻ വിച്ച് മിസ്റ്റർ വിവാൻ ലൈക്ഡ് ആൻഡ് പെയ്ഡ് ഫോർ ഇറ്റ്. മിസ്റ്റർ മുകേഷ് ഒരു പർട്ടിക്കുലർ മെഷീൻ ഷോ ചെയ്തു. വിവാൻ അത് ഇഷ്ടപ്പെടുകയും അതിന് പേയ്മെന്റ് കൊടുക്കുകയും ചെയ്തു. ലേറ്റർ ഓൺ വെൻ ദ മെഷീൻ വാസ് ഡെലിവേർഡ് ടു മിസ്റ്റർ വിവാൻസ് ഹൗസ്, ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഇറ്റ് വാസ് ദ റോങ് മെഷീൻ. വീട്ടിലെത്തിയതിനു ശേഷം നോക്കിയപ്പോൾ അത് റോങ് മെഷീനാണ്. വൂളൻ ക്ലോത്ത് വാഷ് ചെയ്യാൻ അൺഫിറ്റുമാണ്. അത് അപ്പം തന്നെ ഇമീഡിയറ്റ്ലി മിസ്റ്റർ മുകേഷിനെ അറിയിച്ചു. മിസ്റ്റർ മുകേഷ് അത് ഡെലിവറി എന്ത് ചെയ്തില്ല, ലൈക്ക് റിട്ടേൺ എടുക്കാൻ റെഫ്യൂസ് ചെയ്തു. കോൺട്രാക്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഡെലിവറി നടന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ക്ലിയർ. അപ്പോൾ എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളതാണ്. സെക്ഷൻ 15 ആണ് ഇവിടെ വരുന്നത്. ഗുഡ്സ് ആർ സോൾഡ് ആസ് പെർ സാമ്പിൾ ആസ് വെൽ ആസ് ബൈ ഡിസ്ക്രിപ്ഷൻ്റെ കേസിൽ അവിടെ ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. സാമ്പിളും ഡിസ്ക്രിപ്ഷനും മാച്ച് ആവുന്ന ഗുഡ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇവിടെ ഗുഡ്സ് എന്ത് ചെയ്യുന്നില്ല, സാമ്പിൾ ആൻഡ് ഡിസ്ക്രിപ്ഷന് മാച്ചിങ് അല്ല. സോ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാവിധ റൈറ്റ്സും ഉണ്ട്. പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. സെല്ലർ അടുത്ത് കൃത്യമായിട്ട് നമ്മൾ പർപ്പസ് പറഞ്ഞെങ്കിൽ ആ പർപ്പസിന് നമ്മൾ സെല്ലറിന്റെ സ്കിൽ ആൻഡ് ജഡ്ജ്മെന്റിന് റിലേ ചെയ്തിട്ടാണെങ്കിൽ അത് സെല്ലറുടെ ഉത്തരവാദിത്തമാണ്. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദി സെല്ലർ ടു സപ്ലൈ സച്ച് ഗുഡ്സ്. ഇറ്റ് ഈസ് ഡ്യൂട്ടി ഓഫ് ദി സെല്ലർ ടു സപ്ലൈ സച്ച് ഗുഡ്സ് വിച്ച് ആർ ഫിറ്റ് ഫോർ ദാറ്റ് പർപ്പസ്. ആ പർപ്പസിന് വേണ്ടി ഗുഡ്സ് കൊടുക്കുന്ന ഉത്തരവാദിത്തം സെല്ലർക്കാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പർപ്പസ് പറയണം. അപ്പോൾ പർപ്പസിന് മാച്ച് ആവുന്ന ഗുഡ്സിനെ കൊടുക്കേണ്ട ഉത്തരവാദിത്തം മിസ്റ്റർ മുകേഷിന് ഉണ്ടായിരുന്നു. അപ്പോൾ പറ്റിയതല്ല കൊടുത്തിട്ടുള്ളത്. ക്ലിയർ. സ്വാഭാവികമായിട്ടും പ്രൊവിഷൻസ് റെഫർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ബ്രീച്ച് ഓഫ് ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതുപോലെ അതുകൊണ്ട് തന്നെ വിവാനം എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ റീഫണ്ടും ക്ലെയിം ചെയ്യാം അല്ലേ. ക്ലിയർ. അല്ലെങ്കിൽ പകരം വേറെ എന്താ പറയുക മെഷീൻ റീപ്ലേസ് ചെയ്ത് തരാനൊക്കെ പറയാം. ഓക്കെ. പിന്നെ വരുന്ന കേസ്, നീരജ് എൻറ്റേർഡ് കോൺട്രാക്ട് വിത്ത് രാഹുൽ ടു പർച്ചേസ് 1000 liters ഓഫ് മസ്റ്റാർഡ് ഓയിൽ അറ്റ് ദ പ്രൈസ് വിച്ച് ഷുഡ് ബി ഫിക്സഡ് ബൈ ആകാശ്. പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ആകാശാണ്. രാഹുൽ ഓൾറെഡി ഒരു 600 liters ഡെലിവർ ചെയ്തിട്ടുണ്ട്. 1000 liters. ഓക്കെ. 400 liters റിമൈനിങ് ആയിരുന്നു ടു ഡെലിവർ. ആ സമയത്ത് വാല്യൂറുടെ കേസാണ്. അതിന് പ്രൈസ് എന്ത് ചെയ്തില്ല, ഫിക്സ് ചെയ്തില്ല. ആകാശ് പ്രൈസ് ഫിക്സ് ചെയ്തില്ല. അപ്പോൾ ഓൾറെഡി ഡെലിവർ ചെയ്ത ഗുഡ്സ് ഒരാൾ ചോദിക്കുന്നുണ്ട്, മറ്റേ ആൾ സ്വാഭാവികമായിട്ടും റിമൈനിങ് ഗുഡ്സ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ആ രീതിയിലാണ് സിറ്റുവേഷൻ. ഇവിടെ എന്താ സംഭവം ചെയ്ത് സെയിം ക്വസ്റ്റൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള സിമ്പിൾ കേസാണ്. സെക്ഷൻ 9ഉം 10ഉം ബേസ് ചെയ്തിട്ടുള്ളതാണ് വരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ വാല്യുവേഷൻ്റെ ബേസിസിൽ വാല്യുവേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഓൾറെഡി ഡെലിവറി ചെയ്തിട്ടുള്ള സാധനത്തിന് നമ്മൾ റീസണബിൾ പ്രൈസ് പേ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ റൂള്. ഓക്കെ. അപ്പോൾ 600 liters ഓൾറെഡി ഡെലിവർ ചെയ്തിട്ടുണ്ടെങ്കിൽ 600 litersനുള്ള റീസണബിൾ പ്രൈസ് എന്ത് ചെയ്യുക, പേ ചെയ്യുക. പക്ഷേ റിമൈനിങ് 400 liters നമ്മൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ബേസിൽ അതിൻ്റെ കേസിൽ കോൺട്രാക്ട് എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യപ്പെടും. ക്ലിയർ. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അടുത്തതൊരു ഇൻസോൾവൻസിയുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് വായിച്ചാൽ മതി, ഞാൻ അതിൻ്റെ ഡിസ്കഷന് പോകുന്നില്ല. അടുത്ത ക്വസ്റ്റൻ നമ്പർ 16. റാമും സർത്തക്കും ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സാണ്. RS&Co എന്നാണ് എൻ്റെ പേര്. ഗോപാൽ റിനൗണ്ട് ബിസിനസ് മാൻ, ഇവരുടെ ഒരു കോമൺ ഫ്രണ്ടാണ്. രാം എന്ത് ചെയ്തു, ഗോപാലിനെ എന്ത് ചെയ്തു, സുന്ദർ എന്ന് പറയുന്ന ഒരാൾക്ക്, ഒരു സപ്ലയറിനെ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. ന്യൂലി ജോയിൻഡ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ. ഗോപാൽ ഇത് അറിഞ്ഞിട്ടും എന്ത് ചെയ്തില്ല, ആ ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്തില്ല, ഏജൻസി ഒന്നും പറഞ്ഞില്ല, ക്വയറ്റായിട്ട് നിന്നു. ഇവിടെ പാർട്ട്ണർ ബൈ സ്റ്റോപ്പിൽ കയറി വന്നു. ഓക്കെ. അതായത് ഹോൾഡ് ഔട്ട് ചെയ്ത് പാർട്ണർ ആണെന്നുള്ള രീതിയിൽ കണ്ടക്ട് ചെയ്തു. ദിസ് ഇൻഫർമേഷൻ അബൌട്ട് ഗോപാൽ ബീങ് എ പാർട്ണർ ഓഫ് ദ ഫേം വാസ് ഷെയർഡ് ബൈ സുന്ദർ വിത്ത് അനദർ ബിസിനസ്മാൻ മാധവ്. സുന്ദർ ഇത് ആരോട് പറഞ്ഞു, വേറെ ബിസിനസ്മാനായ മാധവിനോട് പറഞ്ഞു. പക്ഷേ മാധവിന് അഗെയിൻസ്റ്റ് പാർട്ണർ ബൈ സ്റ്റോപ്പിൽ വർക്ക് ചെയ്യില്ല. കാരണം മാധവിനോട് ഒരു രീതിയിലും ഗോപാൽ എന്ത് ചെയ്തിട്ടില്ല, പാർട്ണർ ആണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തില്ല, ഒരു കണ്ടക്റ്റോ പ്രവൃത്തിയൊന്നും ആളുടെ സൈഡിൽ ഉണ്ടായിട്ടില്ല. ആപ്ലിക്കബിലിറ്റി വരുന്ന സുന്ദറിന് അഗെയിൻസ്റ്റ് മാത്രമാണ്. നേരെ ആൻസറിലേക്ക് വരികയാണ്. ഓക്കെ.
നെക്സ്റ്റ് സുന്ദർ സപ്ലൈഡ് ദ റോ മെറ്റീരിയൽ ഓൺ ക്രെഡിറ്റ്. ഇയാള് പാർട്ണർ ആണെന്നുള്ള ധൈര്യത്തിൽ എന്ത് ചെയ്തു, 5 ലക്ഷം രൂപയുടെ ക്രെഡിറ്റിൽ ഗുഡ്സ് എന്ത് ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ മാധവ് ഒരു 5 lakhs കൊടുത്തു, സുന്ദർ റോ മെറ്റീരിയലും കൊടുത്തു. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. സുന്ദർ റോ മെറ്റീരിയലും കൊടുത്തു, അതുപോലെ തന്നെ മാധവ് 5 lakhs കൊടുത്തു. ഗോപാൽ ഒരു പാർട്ണർ ആണെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് ഇത് കൊടുക്കുന്നത്. ക്ലിയർ. ഡ്യൂ ഡേറ്റ് ആയപ്പോൾ ഒരു ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാതെ വന്നപ്പോൾ അഡ്വൈസ് ഗോപാലിനെ നമ്മൾ അഡ്വൈസ് ചെയ്യാൻ പറയുന്നത് സുന്ദറിനോട് മാധവനോട് ലാബിൾ ആണെന്നാണ്. കേസ് ചെയ്യാൻ പറഞ്ഞ പാർട്ണർ ബൈ ഹോൾഡിംഗ് അല്ലെങ്കിൽ പാർട്ണർ ബൈ സ്റ്റോപ്പിലാണ്. ഈ കേസിലേക്ക് വരുന്ന സമയത്ത് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപാൽ ലാബിൾ ആവുന്നത് ആരോട് മാത്രമാണ്, സുന്ദറിനോട് മാത്രമാണ്. മാധവനോട് ലയബിലിറ്റി ഒന്നുമില്ല, കാരണം മാധവന്റെ അടുത്ത് നമ്മൾ അങ്ങനെ ഹോൾഡ് ഔട്ട് ചെയ്തിട്ടില്ല. ഗോപാൽ വിൽ ബി ഹെൽഡ് ലാബിൾ ടു സുന്ദർ ഓൺലി. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് എൻ്റെ കേസ്, അത്രേ ഉള്ളൂ. ഗോപാൽ ഈസ് ലയബിൾ ടു സുന്ദർ ആൻഡ് നോട്ട് ടു മാധവ് ഫോർ ദി ലയബിലിറ്റി ഓഫ് ദി ഫോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് മിസ്റ്റർ റാം ആൻഡ് മിസ്റ്റർ രാകേഷ് ആർ വർക്കിംഗ് ആസ് ടീച്ചേഴ്സ് ഇൻ ഈശ്വർ ചന്ദ് വിദ്യാസാഗർ ഹയർ സെക്കൻഡറി സ്കൂൾ and also are very good friends. They jointly purchased the ownership ആണ്, jointly purchased വന്നില്ലേ ഫ്ലാറ്റ്, which was given on rent to Mr. John. Mr. John റെന്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാൻഡോടും ഞാനൊന്നും അഗ്രിമെന്റ് പ്രകാരം ഇതിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കമാണ് 10,000 പെർ മന്ത് ഫിക്സ് ചെയ്തിട്ടുള്ളത്, റെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് ഇലക്ട്രിസിറ്റി ബിൽ എന്ത് ചെയ്യണം, ലാൻഡ് ലോഡ്സ് പേ ചെയ്യണം. ലാൻഡ് ലോഡ്സ് ബൈ മിസ്റ്റേക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്തില്ല. ഓക്കെ, ഡ്യൂ ടു ദിസ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് കണക്ഷൻ കട്ട് ചെയ്തു. ജോൺ അവരോട് പേ ചെയ്യാൻ പറഞ്ഞു. ബില്ല് 2,800 200 പെനാൽറ്റി ഉണ്ട്, അങ്ങനെ 3,000 രൂപയുണ്ട്. ക്ലിയർ. മിസ്റ്റർ റാം പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾക്ക് 1,500 ലയബിലിറ്റി മാത്രമേ ഉള്ളൂ. ക്ലിയർ. മിസ്റ്റർ ജോൺ പറഞ്ഞത് നിങ്ങൾ രാമു രാകേഷും പാർട്ട്നേഴ്സ് ആണ്, സോ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന പറയുന്നു. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇവർക്കിടയിൽ പാർട്ട്ണർഷിപ്പ് ഇല്ല. ഫുൾ എമൗണ്ട് പേ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, ഇതൊരു ഓണർഷിപ്പാണ്. 1,500 മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ, കൊടുക്കേണ്ടതുള്ളൂ. ക്ലിയർ. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ നേംസ് ആക്ടിംഗ് ഫോർ ഓൾ ആണ്, അറിയാലോ. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിന്റെ എക്സ്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്, അവർക്കിടയിൽ അഗ്രിമെന്റ് ഉണ്ട്, അവർക്കിടയിൽ എന്തെങ്കിലും ബിസിനസ് ഉണ്ട്, അവർക്കിടയിൽ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുന്നുണ്ട്, ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ, ആ സെയിം സാധനം തന്നെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് മിസ്റ്റർ രാമു രാകേഷും നമുക്ക് പാർട്ട്ണർഷിപ്പ് ആണെന്ന് പറയാൻ പറ്റില്ല. അവർ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നുണ്ട്, ഒരു കോ ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്കിടയിൽ ഇല്ല, പാർട്ട്ണർഷിപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ രാമു പേ ചെയ്യാൻ ലയബിൾ ആവുന്നത് അയാളുടെ ഷെയർ ആയിട്ടുള്ള 1,500 മാത്രമാണ്, ഫുൾ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. 18th ക്വസ്റ്റിലേക്ക് വരുന്ന സമയത്ത് എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്, അൺരജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ഫേം ആണ്. ഓക്കെ, ഈസ് എ സ്യൂട്ട് മെയിൻറ്റൈനബിൾ ഇൻ ദി ഫോളോയിങ് കേസസ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. അതായത് ഇവിടെ കേസ് വരുന്നത് എന്താ വെച്ചാൽ എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്, പക്ഷെ ഇവരുടെ ഫേം അൺരജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അൺരജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പിനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ എ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്, ഓക്കെ, ബിക്കെതിരെ. പക്ഷെ കേസ് കൊടുത്തിട്ടുള്ളത് സ്റ്റോളൻ ഗുഡ്സിനാണ്. അപ്പോൾ ഒരു പാർട്ണർ മറ്റൊരു പാർട്ണറെ സ്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നാണ് പറയാം. പക്ഷെ ഇതൊരു സിവിൽ ലയബിലിറ്റി അല്ല, ഇതൊരു ക്രിമിനൽ കേസാണ്. ഇതിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയൽ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ക്രിമിനൽ ആക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആ സ്യൂട്ട് മെയിൻറ്റൈനബിൾ ആണ്. ക്ലിയർ. അതാണ് യൂഷ്വലി ഒരു പാർട്ണറിന് മറ്റൊരു പാർട്ണറെ സ്യൂ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയാൻ രജിസ്റ്റേർഡ് ഫേമിന്റെ കേസിൽ. പക്ഷേ ഇതൊരു ക്രിമിനൽ ആക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, എ പാർട്ണർ ഓഫ് അൺരജിസ്റ്റേർഡ് ഫേം കനോട്ട് ഫയൽ എ സ്യൂട്ട് ഇൻ എനി കോർട്ട് അഗേൻസ്റ്റ് ദ ഫേം ഓർ എനി പാർട്ണർ എന്നാണ് ജനറലി പറയാം. പക്ഷേ ഇതൊരു സിവിൽ സ്യൂട്ട്, സെക്ഷൻ 69 ഓൺലി ബാർ സിവിൽ സ്യൂട്ട്സ്. ഇവിടെ സിവിൽ സ്യൂട്ട് അല്ല, ഇതൊരു ക്രിമിനൽ ആക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആ കേസ് കൊടുക്കാൻ പറ്റും, മോഷൻ അല്ലേ. ഓക്കെ, പിന്നെ വരുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫൈൽഡ് സ്യൂട്ട് അഗേൻസ്റ്റ് ABC ആൻഡ് അസോസിയേറ്റ്സ് ഫോർ ക്ലെയിമിംഗ് ഷെയർസ് ഓഫ് ദ അസറ്റ്സ് ഓഫ് ഡിസൊല്യൂഷന്റെ സമയത്ത് പാർട്ണറിന് ഷെയറിന് വേണ്ടിയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ കേസ്. ഓക്കെ, 2 എം ഫൈൽഡ് സ്യൂട്ട് അഗേൻസ്റ്റ് ഫേം 10,000 രൂപ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എം ആണ് ഇവർക്ക് 4,000 കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ സെറ്റ് ഓഫ് പറ്റുമെന്നല്ല, സെറ്റ് ഓഫ് നിങ്ങൾക്ക് അറിയാം 100 rupees വരെ പറ്റുള്ളൂ, 4,000 ഒന്നും പറ്റില്ല. ക്ലിയർ. വെരി സിമ്പിൾ ക്വസ്റ്റൻ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ രക്ഷപ്പെട്ടു. പക്ഷേ പൊതുവെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ചോദിക്കുന്നത് കുറവാണ്. ഓക്കെ, അടുത്തതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 19th വൺ. 20th ക്വസ്റ്റ്യൻ വരുന്നത് കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ഉള്ളൂ. 20th ബന്ധപ്പെടുത്തിയുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 21 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊക്കെ കമ്പനിയുമായി ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ 22 ഒരു ഡയറക്റ്റ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. 23 നെഗോഷ്യബിൾ, 24 നെഗോഷ്യബിൾ. ഇത്രയും ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, പെട്ടെന്ന് തന്നെ തീർക്കാം, ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയാസ് മാത്രമുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പൊതുവെ മോക്ക് ടെസ്റ്റ് പേപ്പർ ഭയങ്കര സിമ്പിളാണ്. ആ ഒരു സ്റ്റാൻഡേർഡിലൊന്നും ഇപ്പോൾ പൊതുവെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. RTPയും അത്ര ഭയങ്കര അടിപൊളി ക്വസ്റ്റ്യൻ ഒന്നും പറയാനൊന്നുമില്ല. ഓക്കെ, യൂഷ്വൽ എക്സാമിൻ്റെ സ്റ്റാൻഡേർഡിലേക്കൊന്നും വന്നിട്ടില്ല.
ആർ എ മാനുഫാക്ചർ ഓഫ് ടോയ്സ് അപ്രോച്ച് MNO പ്രൈവറ്റ് ലിമിറ്റഡ് ഫോർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ വെർത്ത് 1,50,000. ആറ് മാനുഫാക്ചർ MNO പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞത് ക്രെഡിറ്റ് പീരിയഡ് 1 month ഓക്കെ ഓഫർ ചെയ്തിട്ടുള്ളത്. ആർ വേണ്ടത് കമ്പനി പ്രയർ ടു ദ ഡ്യൂ ഡേറ്റ് ആൻഡ് മെറ്റ് മിസ്റ്റർ സി. സെയിം ക്വസ്റ്റ്യൻ, അതൊക്കെ നമ്മൾ ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ബില്ലിംഗ് കൗണ്ടറുള്ള സീന് മീറ്റ് ചെയ്തു, ആൾക്ക് പേ ചെയ്യാന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. ആൾ പൈസ പേ ചെയ്തു, സൈൻഡ് ആൻഡ് സീൽഡ് ആയിട്ടുള്ള റെസീറ്റും കിട്ടി. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിക്കവറിക്ക് പറഞ്ഞിട്ട് പൈസ ചോദിച്ചിട്ട് വീണ്ടും നോട്ടീസ് വന്നു. ആറ് പറഞ്ഞു ഞാൻ ഓൾറെഡി പൈസ പേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് സീനെ ട്രസ്റ്റ് ചെയ്യാനുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ഞാൻ റെസീറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. കമ്പനി ആറിനതിന് കേസ് കൊടുത്തു. ഇവിടെ ഈ കേസിന്റെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. പൈസ വീണ്ടും കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെയാണ്. റെസീപ്റ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ സിറ്റുവേഷൻ എന്തായിരിക്കും എന്നൊക്കെയാണ്. ഇൻഡോർ മാനേജ്മെന്റ് ആണ് ബേസിസ്. ഓക്കെ, ഇൻഡോർ മാനേജ്മെന്റ് അടിസ്ഥാനത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇന്റേണൽ അഫയേഴ്സ് ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അതൊന്നും നമ്മുടെ ഉത്തരവാദിത്തമല്ല. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ഒരു പൈസ അവിടെ പോയി കൊടുത്തിട്ടുണ്ട്, അവിടെ ഉള്ള ഒരാളാണ് മേടിച്ചിട്ടുള്ളത്, ഒരു സ്റ്റാഫാണ്. അവർ ഏതെങ്കിലും പ്രോപ്പറായിട്ട് റെസീറ്റ് തന്നുകൊണ്ട് തന്നെ ആ കേസിൽ നമ്മൾ പൈസ എന്ത് ചെയ്യേണ്ടതില്ല, അവർക്ക് വീണ്ടും കൊടുക്കേണ്ടതില്ല. എന്നാൽ റെസീപ്റ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ സസ്പീഷ്യൻ്റെ ഒരു കേസ് വന്നു, നമ്മൾ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ പൈസ കൊടുക്കുകയും അവർ റെസീപ്റ്റ് ഇഷ്യൂ ചെയ്യാതിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പീഷ്യസ് ആയിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു റീസണബിൾ എൻക്വയറി ഒക്കെ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇഫ് എ റെസിപ്റ്റ് അണ്ടർ ദ കമ്പനി സീൽ വാസ് നോട്ട് ഇഷ്യൂഡ് ബൈ മിസ്റ്റർ സി ആഫ്റ്റർ റിസീവിംഗ് പേയ്മെന്റ് ആണെങ്കിൽ അവിടെ നമ്മൾ ചിലപ്പോൾ വീണ്ടും ആ പേയ്മെന്റ് എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. കാരണം നമ്മുടെ ഭാഗത്തൊരു നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ, നമ്മളൊരു നെസസറി എൻക്വയറി നടത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മിസ്റ്റർ വിജയ് സോൾഡ് ഹിസ് ബിസിനസ് ഓഫ് കോട്ടൺ പ്രൊഡക്ഷൻ ടു എ കോട്ടൺ പ്രൊഡക്ഷൻ കമ്പനി CPL പ്രൈവറ്റ് ലിമിറ്റഡ് in which he held all the shares except one. എല്ലാ ഷെയർസും എക്സെപ്റ്റ് വൺ വാസ് ഹെൽഡ് ബൈ വൈഫ്. ഒരു ഷെയറിലെ വൈഫാണ്, ആൾ തന്നെ കമ്പനിയുടെ ക്രെഡിറ്ററുമാണ്. ഹി ഓൾസോ ഗെറ്റ് ഇൻഷുറൻസ് ഓഫ് ദ സ്റ്റോക്ക് ഓഫ് ദ കോട്ടൺ ഓഫ് CPL പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ഹിസ് ഓൺ നെയിം. സ്വന്തം പേരിൽ ഇൻഷുറൻസ് ചെയ്തു പ്രോപ്പർട്ടി. നിങ്ങൾക്ക് അറിയാം, ഈ സെയിം കേസിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. After 1 month, all the stocks of the cotton CPL Private Limited were destroyed by fire. Mr. Vijay filed the claim for such loss with the insurance company. State with the reasons that whether the insurance company is liable to pay the claim. ഈ കേസ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മക്കളെ? സെയിം സാധനം നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടാണ്. മെക്കോറ വേഴ്സസ് നോർത്തേൺ അഷുറൻസ് കമ്പനി ലിമിറ്റഡ്. കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്. വിർച്വലി എൻ്റയർ ഷെയർ ഹോൾഡ് ചെയ്താൽ പോലും അത് ഷെയർ ഹോൾഡറുടെ അല്ലെങ്കിൽ ക്രെഡിറ്ററുടെ ഒന്നല്ല. ക്രെഡിറ്ററുടെ പേരിലും ഷെയർ ഹോൾഡറുടെ പേരിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഷുർ എടുക്കാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മനസ്സിലാവും. ഓക്കെ, കമ്പനി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. On the basis of the above provisions and facts, it can be said that Mr. Vijay and CPL Private Limited are separate entities. Mr. Vijay cannot have any insurable interest in the property of the CPL Private Limited, neither as member nor as creditor. മെമ്പർ ആയിട്ടോ ക്രെഡിറ്റർ ആയിട്ടോ ഒന്നും ആ പ്രോപ്പർട്ടിയുടെ മേലെ ഒരു രീതിയിൽ ഓണർഷിപ്പ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനി ഒന്നും തന്നെ പേ ചെയ്യേണ്ടതില്ല. കാരണം ഇൻഷുറൻസ് കമ്പനി ആരുടെ ലൈക്ക് പ്രോപ്പർട്ടി ഓൺ ചെയ്ത ആളുടെ പേരിൽ ഇൻഷുറൻസിന്റെ മേലെ മാത്രമേ അവർ എന്ത് ചെയ്യേണ്ടുള്ളൂ, പൈസ കൊടുക്കേണ്ടതേ ഉള്ളൂ. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ആൽഫ സ്കൂൾ എന്ന് പറയുന്ന ഒരു സെക്ഷനൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. After a company which started imparting education on 1/4/2015 with the sole objective of providing education to children ആണ് വീക്കർ സൊസൈറ്റിയിലുള്ള ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഇൻകത്തിനനുസരിച്ചുള്ള ഒരു ഫീ ചാർജ് ചെയ്തുകൊണ്ട്. Came to the knowledge of the central government that the said school was operating by violating of JIGS ആണെന്ന് അറിഞ്ഞു. ഒബ്ജക്റ്റീവ് ക്ലോസ് ഡ്യൂ ടു വിച്ച് ഇറ്റ് വാസ് ഗ്രാൻഡഡ് ദ സ്റ്റാറ്റസ് ഓഫ് സെക്ഷൻ കമ്പനി. കൊടുത്ത ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ അവർ വയലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സെൻട്രൽ ഗവൺമെന്റ് അറിഞ്ഞു. ക്ലിയർ. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊവിഷൻ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കറിയാം, സെൻട്രൽ ഗവൺമെന്റ് സ്വാഭാവികമായിട്ട് ലൈസൻസ് എന്ത് ചെയ്യാൻ പറ്റും, റിവോക്ക് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും കണ്ടീഷൻസ് കോൺട്രവെയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അവർ വയലേറ്റ് ചെയ്യുന്നത് അങ്ങനെ പേരിലേക്ക് സെക്ഷനൽ കമ്പനി എന്നുള്ളത് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പേരിൻ്റെ കൂടെ പിന്നെ ലിമിറ്റഡ് എന്നോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ ചേർക്കേണ്ടി വരും. സെക്ഷനൽ കമ്പനിയുടെ പേരിൻ്റെ കൂടെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. അപ്പം സെക്ഷനൽ കമ്പനി എന്ന് പറഞ്ഞാൽ പ്രിവിലേജ് പോകുമ്പോൾ പിന്നീട് പേരിൻ്റെ കൂടെ ലിമിറ്റഡ് എന്നോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ ചേർക്കേണ്ടി വരും. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ട് അവർക്ക് റിട്ടേൺ നോട്ടീസ് കൊടുത്തിട്ടൊക്കെ അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള അവസരമൊക്കെ കൊടുക്കണം. ഓക്കെ, അതുപോലെ ലൈസൻസ് റിവോക്ക് ചെയ്യുന്ന സമയത്ത് പബ്ലിക് ഇൻട്രസ്റ്റ് നോക്കിയിട്ട് ആണ് തീരുമാനിക്കാതെ അമൽഗമേറ്റ് ചെയ്യണോ വൈൻഡപ്പ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കും. വൈൻഡപ്പ് ചെയ്യണോ അമൽഗമേറ്റ് ചെയ്യണോ എന്നുള്ളത്. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വേണ്ടി ഇവർ പറയുന്നത് വരെ ലൈസൻസ് റിവോക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ പബ്ലിക് ഇൻട്രസ്റ്റ് നോക്കും. ചിലപ്പോൾ സിമിലർ ആയിട്ടുള്ള ഒബ്ജക്റ്റുള്ള മറ്റേതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അമാൽഗമേറ്റ് ചെയ്യും. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പവേഴ്സ്, റൈറ്റ്സ്, പ്രോപ്പർട്ടി അതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെന്റ് തന്നെയാണ്. ഇതൊക്കെ തീരുമാനിച്ചുകൊണ്ടാണ് അമാൽഗമേഷൻ ചെയ്യുക. ഓക്കെ, പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് പറയാനുള്ളതൊക്കെ കേട്ടതിന് ശേഷം മാത്രമായിരിക്കും, ആഫ്റ്റർ ഗിവിങ് എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹെഡ് ആയിരിക്കും. ഞാൻ എൻ്റെ കഥാതന്തു മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ടു ബി ഓണസ്റ്റ് ക്ലാസ്സസ് ഫുൾ ഡേ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം ഓൺലൈൻ സെഷൻസ് നമ്മൾ പലപ്പോഴും എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടയറിങ് സാധനം ഉണ്ട്, കാരണം കണ്ടിന്യൂസ് ക്ലാസ്സസ് ആണ്. സോ അതുകൊണ്ടാണ് വല്ലാണ്ട് ഞാൻ ലൈൻ ബൈ ലൈനിലേക്ക് ഒന്ന് പോകത്ത്. ഓക്കെ, പക്ഷെ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ബേസിക് സാധനങ്ങളാണ്. ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻസ് യു ക്യാൻ കോൺടാക്ട് മീ, നോ പ്രോബ്ലം. ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഞാനത് ഹെൽപ്പ് ചെയ്ത് തരും. ഓക്കെ,
അടുത്ത ക്വസ്റ്റിന് കോമൺ സീലിൻ്റെ കേസാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും ഗ്യാരണ്ടിയും തമ്മിലുള്ള ഡിഫറൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് വായിച്ചാൽ മതി, കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. ഓക്കെ, പിന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതോടുകൂടി നമ്മൾ ആർടിവിയുടെ സെഷൻ തീരും. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഫർദർ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം, എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, നമ്മൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ശ്രദ്ധിക്കുക. അദ്വൈക് പർച്ചേസ്ഡ് എ മൊബൈൽ ഫ്രം ബാനു, issued a promissory note to Banu which was payable on demand but no specific place for payment was mentioned in. പ്ലേസ് ഫോർ പേയ്മെന്റ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, സെക്ഷൻ 64 വന്നു. ഓൺ മെച്യൂരിറ്റി ബാനു ഡിഡ് നോട്ട് പ്രസന്റ് ദി പ്രോമിസറി നോട്ട് ഫോർ പേയ്മെന്റ് ആസ് പ്രോമിസറി നോട്ട് വാസ് നോട്ട് ഡ്യൂലി പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. വെദർ അദ്വൈക് വുഡ് ബി ഡിസ്ചാർജ് ഫ്രം ലയബിലിറ്റി അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് 1881. ഡിസ്ചാർജ് ആവുമോ എന്നുള്ളതാണ്, ലയബിലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുമോ എന്നുള്ളതാണ് ചോദ്യം. സെക്ഷൻ 64 കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് നിർബന്ധമായിട്ട് പേയ്മെന്റിന് വേണ്ടി പ്രസന്റ് ചെയ്യണം അല്ലേ. മേക്കർ അക്സെപ്റ്റ് ഡ്രോയിങ് ദർ ഓഫ് റെസ്പെക്റ്റീവ്ലി ബൈ ഓൺ ബിഹാഫ് ദി ഓൾഡർ ആസ് ഇയർ ഇൻ ആഫ്റ്റർ പ്രൊവൈഡഡ്. അങ്ങനെ പ്രസന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, ലയബിലിറ്റി ഉണ്ടാവില്ല. ദർ ടു നോട്ട് ലയബിൾ ദർ ഓൺ ടു സച്ച് ഹോൾഡർ എന്ന് പറയാറുണ്ട്. ഹവർ വേറെ പ്രോമിസറി നോട്ട് ഈസ് പേയബിൾ ഓൺ ഡിമാൻഡുമാണ്, ഈസ് നോട്ട് പേയബിൾ അറ്റ് എ സ്പെസിഫൈഡ് പ്ലേസ് ആണെങ്കിൽ പ്രസന്റ്മെന്റ് അവിടെ എന്തല്ല, നെസസറി അല്ല. അപ്പൊ ഈ കേസിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയാണുള്ളത്, കാരണം സ്പെസിഫിക് പ്ലേസ് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പ്രസന്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് ലയബിലിറ്റി ഡിസ്ചാർജ് ആവില്ല. On the basis of the above provisions and facts of the case, although non-presentment of promissory note for payment result in discharge of maker from liability, but the given case is covered under the exception to section 64. അതുകൊണ്ട് തന്നെ അദ്വൈക്ക് എന്താവില്ല, ഡിസ്ചാർജ് ആവില്ല. ഓക്കെ, ലാസ്റ്റ് വൺ, ശിവ ഗേവ് എ ഗിഫ്റ്റ് ഓഫ് 21,000 ടു ഹിസ് സിസ്റ്റർ ത്രൂ എ ചെക്ക്. ഗിഫ്റ്റ് ആണ്, അതിന്റെ ഫോക്കസ് ആണെങ്കിൽ ഗിഫ്റ്റ് ആണ്, ചെക്ക് 21,000 സിസ്റ്റർ. ഓക്കെ, രക്ഷബന്ധന സമയത്ത് ആഫ്റ്റർവേർഡ് ശിവ ഇൻഫോം ദി സിസ്റ്റർ നോട്ട് ടു പ്രസന്റ് ദ ചെക്ക് ഫോർ പേയ്മെന്റ്, ഓൾസോ ഇൻഫോം ദ ബാങ്ക് ടു സ്റ്റോപ്പ് ദ പേയ്മെന്റ്. ഇവിടെ ചോദ്യം, എക്സാമിൻ പ്രൊവിഷൻസ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് വെദർ ശിവ ആക്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 138 ആണ്. വരില്ല, കാരണം ഇവിടെ ലീഗൽ ലോഫുൾ ഡെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന കേസുകൾ മാത്രമേ എന്തിലേക്ക് വരുന്നുള്ളൂ, സെക്ഷൻ 130 പരിധിയിലേക്ക് വരുന്നുള്ളൂ. ഗിഫ്റ്റോ ചാരിറ്റി ഒന്നും അതിലേക്ക് വരില്ല. ഓക്കെ, ലീഗലി എൻഫോഴ്സിബിൾ ഡെപ്റ്റ് മാത്രമാണ്, അല്ലാതെ ഗിഫ്റ്റോ ചാരിറ്റി ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ ലയബിലിറ്റി അണ്ടർ സെക്ഷൻ 138 ഇവിടെ വരില്ല. ഓക്കെ, സിസ്റ്ററിന് കൊടുത്ത കേസൊന്നും ഇവിടെ അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് നമുക്ക് RTPയുമായി ബന്ധപ്പെടുത്തിയുള്ള ഡിസ്കഷൻ ഉള്ളത്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സെപ്റ്റംബറിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് എക്സാം ചെയ്യുന്ന കുട്ടികളുണ്ടാവും, റിപ്പീറ്റേഴ്സ് ഉണ്ടാവും. ക്ലിയർ, എല്ലാവരും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുക. RTPയിലും MTPയിലുള്ള ക്വസ്റ്റ്യൻ റെഫറൻസുകൾ സത്യം പറഞ്ഞാൽ ഇപ്പം അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. RTP പിന്നെയും കുഴപ്പമില്ല, ബട്ട് MTP വളരെ വീക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാം പാറ്റേണിലേക്ക് നോക്കുന്ന സമയത്ത് കാണുന്നത്. ഇതിലേക്കുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡും ആണ്. ക്ലിയർ, അതുകൊണ്ടാണ് ഞാൻ വളരെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു 2-3 hours സെഷനായിട്ടൊന്നും ഇത് കണ്ടക്ട് ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്നോട് ചോദിക്കാം. ഒരു രീതിയിലുള്ള മടിയുടെയും ആവശ്യമില്ല. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും യു ക്യാൻ കോൺടാക്ട് മീ. ഐ വിൽ ടു എന്നാൽ കഴിയാവുന്ന വിധം അവൈലബിൾ ആയിട്ടുള്ള സമയം വെച്ചിട്ട് മാക്സിമം എന്താ ചെയ്തു തരാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്തുതരും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ്, അതായത് ലാസ്റ്റ് നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. RTP MTP ഒക്കെ ഒരു B കാറ്റഗറിയിൽ കണ്ടാൽ മതി. A കാറ്റഗറിയിൽ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ പറ്റട്ടെ. താങ്ക് യു. ഓക്കെ.